ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ആ മഴ പോലത്തെ സൗണ്ട് ഇവിടെ ഇതായി വെള്ളം ചീറ്റുന്നതാ. അല്ലല്ല എനിക്ക് ഇതുവരെ ഗ്രെയിൻസ് അടിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ അപ്പോൾ സിറ്റുവേഷൻ ഇന്നലത്തെ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ ഇതായിട്ട് എടുത്തതല്ല. സിറ്റുവേഷൻ എടുക്കണം. കഴിഞ്ഞ സിറ്റുവേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എടുത്തതാണ്. സിറ്റുവേഷൻ എടുത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഇന്റൻഷനലി എടുത്ത സിറ്റുവേഷൻ ഒന്നും അല്ല. സിറ്റുവേഷനായി. ഇന്നലെ സംസാരിക്കാൻ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത്. അവർ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് 10 മിനിറ്റ് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് പോലും ഞാൻ അവരുടെ സൈഡ് കേൾക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂർ. ലൈവ് കണ്ടവർക്ക് അറിയാം. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ളവരെ എനിക്ക് ബോധിപ്പിക്കാനും പറ്റൂല. ഞാൻ സിറ്റുവേഷൻ ആയ സമയത്ത് ഞാൻ അവിടെ ഏകദേശം ഒരു 10-45 മിനിറ്റ് ഞാൻ അവിടെ നിന്നായിരുന്നു. എലക്ഷൻ വന്നില്ലല്ലേ? നിങ്ങളെ എന്താടാ ഹലോ, ഇത് ആരാ വണ്ടി കൊണ്ടിരിക്കുന്നു? ഹലോ എടാ ഒരു മിനിറ്റ് എടാ. ഹലോ ഞാനൊരു കാര്യം പറയട്ടെ. ആ ജോക്കി പറ. 10:30 മുന്നേ മറ്റേ ടർഫിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിന് പോണം. ആ പോവാൻ ഞങ്ങോട്ട് വരുമോ ജോക്കി? ഞങ്ങോട്ട് വരുമോ? ഞാൻ വരും. എവിടെ നിൽക്കുന്ന ജോക്കി? ഹലോ മുതുക്ക് റിപ്പയർ. ആ വരുന്നു. മൈക്ക് മാറി കിടക്കുവാണോ? ആണോ? എന്റെ മൈക്ക് മാറി കിടക്കുവാണോ ഗൈസ്? ഹലോ. ഓ എടാ താങ്ക് യു. ഇതെന്താ വണ്ടി പോയോ? ആ ഗൈസ് അപ്പം സിറ്റുവേഷൻ ഇന്നലെ ട്രിഗർ ആയ സമയത്ത് ട്രിഗറായി കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ സൈഡ് കേൾക്കാനും ഇതാക്കാനും ഞാൻ ഓൾറെഡി കഴിഞ്ഞതിന്റെ അങ്ങേ ദിവസത്തെ ലൈവിൽ പറഞ്ഞായിരുന്നു. ആ പറഞ്ഞോ ബ്രോ. നമസ്കാരം. ഞങ്ങളൊരു ചെറിയ അർജന്റ് സിറ്റുവേഷനിലാണ്. ഒന്ന് പോയിട്ട് വരാവേ. ഓക്കെ. ഞാൻ എന്ത് പറഞ്ഞായിരുന്നു, റാംബോ ആണ് നമ്മുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചത്. റാംബോ ആണ് ഇതാക്കിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇത് ആരുടെ എലി വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നു? ആ കേറ്. ആ ഓപ്ഷൻ അല്ലേ? എടാ നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വാടാ. ആ ഓക്കെ. സീനില്ല. നമുക്കത് സെറ്റാക്കാം. അപ്പൊ ഞാൻ വെളിയിലൊന്ന് സംസാരിച്ചോട്ടെ, ഒരു മിനിറ്റ്. അപ്പോൾ എന്താ ഈ പറയണത് പോലെ ഗൈസ്, അപ്പോൾ ഞാൻ റാംബോ എടുത്താണ് സിറ്റുവേഷൻസ് ഒക്കെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ റാംബോയെ പറ്റി ഇവന്മാർ പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ രാത്രി സിറ്റുവേഷനിൽ കയറി വന്നത് പോലും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് റാംബോയോട് വെളിയിൽ ഓസിയിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ഇന്നലെ റാംബോയെ കോൾ വിളിച്ചിട്ടും ഞാൻ മെസ്സ് അടിക്കാനും മാസ് അടിക്കാനും തല്ലുകൊണ്ടതല്ലേ, നമ്മൾ അടിച്ചിട്ടതല്ലേ എന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. ഞാൻ റാംബോ എടുത്ത് മര്യാദയ്ക്കാണ് സംസാരിച്ചത്. ഞാൻ റാംബോ എടുത്ത് മര്യാദയ്ക്കാണ് റാംബോ എടുത്ത് സംസാരിച്ചതും ബിഹേവ് ചെയ്തതും അല്ല. അപ്പം ഞാൻ വിചാരിച്ചു സംസാരിച്ച് ഇതാക്കാമെന്ന് പറഞ്ഞ് ഞാൻ മാക്കിനെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇന്നലത്തെ സിറ്റുവേഷൻ എനിക്ക് ഞങ്ങൾ എടുക്കണമെന്ന് തോന്നിയൊരു സിറ്റുവേഷൻ അല്ല. ഞാൻ അന്നേരം റാംബോ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു 10 മിനിറ്റിനകത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. 10 മിനിറ്റിനകത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചപ്പം പുള്ളി ഞാനത് ഏകദേശം ഒരു 35-40 മിനിറ്റ് സിറ്റിയിൽ വെയിറ്റ് ചെയ്തു ഇന്നലെ. അത് ആ POV ആരുടെ ലൈവിലാണ് ഉള്ളത്? ആരായിരുന്നു ലൈവ് ഉള്ളത് ഇന്നലെ? കോച്ചിൻ്റെ ലൈവിലുണ്ട്. കോച്ചിൻ്റെ ലൈവിൽ ഏകദേശം ഒരു 30-35-40 മിനിറ്റ് ഞാനവിടെ ബീച്ച് സൈഡിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വില്ലു, സ്നൈപ്പ്, കോച്ച് എല്ലാവരുടെ ലൈവിലുണ്ട്. അപ്പം ഞാൻ ഒരു 30-40 മിനിറ്റോളം ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഹലോ ജോക്കി വന്നോണ്ടിരിക്കുക ജോക്കി. ഞാൻ PL ഭയങ്കര ജോക്കി 13 PL എല്ലാം വണ്ടി ഇതായി പോയി വന്നോണ്ടിരിക്കുക. ഒരു കാര്യം സംസാരിക്കും, പെട്ടെന്ന് വരാം. ബ്രോ തന്നെയല്ലേ പറഞ്ഞ് TV അങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കില്ല എന്ന് പറഞ്ഞത്. ബ്രോ ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക്. എന്നിട്ട് ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരു 40 മിനിറ്റ് 30-35 മിനിറ്റ് കഴിഞ്ഞപ്പം എന്നെ റാംബോ വിളിച്ചിട്ട് പറഞ്ഞു നാളെ പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യാം, പ്രീവാറാക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, ഇറങ്ങി. പിന്നെ സിറ്റുവേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം. എന്താണ് സിറ്റുവേഷൻ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം നിങ്ങളൊരു മജോറിറ്റി ഓഫ് ആൾക്കാർ പറയുവാണ് ഇത് TVയെ പോയി എടുത്ത വള്ളിയാണെന്ന് പറഞ്ഞാലും എനിക്കൊരു അണ്ടിയില്ല. മനസ്സിലായോ? അതെന്തോ മറ്റേ എൻ്റെ തല പോണ കേസാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വരാനാണ് ഉദ്ദേശമെങ്കിൽ
എനിക്കൊരു അണ്ടിയില്ല. അങ്ങനെ നീ വിശ്വസിച്ചിരുന്നാൽ മതി. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തൊന്നും പറയില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര പറഞ്ഞു വന്നത്. ഞാൻ പിന്നെ ഞാൻ കാണിച്ചു തരാം സിറ്റുവേഷൻ എന്താണെന്ന് കാണിച്ചു തരാം. എനിക്ക് വെറുതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഹലോ ജോണി അപ്പാ. ജോണി അപ്പാ, എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് കാർഡ് വേണമായിരുന്നു. ഇന്ന് സെറ്റാക്കാം. നിങ്ങൾ ഇന്ന് ഒന്ന് വിളിക്കുന്നില്ല? നിങ്ങളുടെ ഓൾറെഡി 2 ഉണ്ടല്ലോ. അല്ല, നമുക്ക് വിളിക്കാൻ പറ്റില്ല, 2 കയ്യിലുണ്ട്. 2 കയ്യിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ കാർഡും തരും, ഞങ്ങളത് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു തരാം. അത് ശരിയാ, അത് തരാം. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്തോ. എത്ര കാർഡ് ഉണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പറയുമോ? ഇവനൊക്കെ കണ്ണ് കണ്ടുകൂടി ആണോ ഇത്? ഇല്ല, ഞാനിനി എന്തെങ്കിലും കഴിച്ച് ഞാനിത് ഇനി സിറ്റുവേഷൻ നമ്മൾ എടുത്തതല്ല എന്നൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും ഈ പറയണത് പോലെ മറ്റേ കൺവേർട്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഇതായി കളയും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറെ വലിയ കാര്യമില്ല. ആകെ നമുക്ക് 910 പോയിന്റേ ഉള്ളൂ. 9 കാർഡ് അല്ലേ? ഇത് 9 കാർഡ് ഉണ്ടോ 910? ഇല്ലല്ലോ, 1000 പോയിന്റ് അല്ലേ ഒരു കാർഡ്? 1000 പോയിന്റ് അല്ലേ ഒരു കാർഡ്? ലൈവ് കാണിക്കില്ല, കാർഡ് ഇല്ലടാ നമുക്ക്. 100 പോയിന്റ് ആണ് ഒരു കാർഡല്ലേ? അപ്പോൾ 9, നമുക്ക് 9 കാർഡേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതിന് മുകളിലോട്ട് വിളിക്കുമെങ്കിൽ ഏതെങ്കിലും വിളിക്കുമെങ്കിൽ കൊണ്ടുപോക്കോട്ടെ. ജോണി അപ്പാ, ലോയൽറ്റി പോയിന്റ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് പറയോ? 98 കാർഡുണ്ട്. അപ്പൊ ഞങ്ങളുടെ കയ്യില് 98 കാർഡുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 9 കാർഡുണ്ട്, 107 കാർഡ്. ഓക്കെ, ഈ 98 കാർഡ് നമ്മൾ തിരിച്ചു തരുവേ. നമ്മള് അല്ല 98 വരെ ഒന്നും വിളിക്കത്തില്ല. അവിടെ വരെ പോകാൻ നോക്കാം. അവിടെ വരെ നമ്മൾ വിളിക്കുള്ളൂ. ഇന്നേ മെയിൻ ഒന്നും വിളിക്കാനും കാണത്തില്ല. മറ്റേത് വിളിച്ചിട്ട് എല്ലാം കുറെ പോയതല്ലേ? അതെ 50-60 പോയതുകൊണ്ട് ഇതായിട്ടൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളത് വിളിച്ചോളാം എന്തായാലും. ഇപ്പൊ തന്നെ മേടിക്കണം. ഇപ്പൊ മേടിക്കാൻ പറ്റത്തില്ല ബ്രോ, അത് അവിടെ ചെന്നിട്ടേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഈ ടർഫ് ഓപ്ഷൻ അപ്പൊ ടർഫ് ഓപ്ഷൻ വിളിക്കുന്നിടത്ത് മാത്രമല്ല ഈ ടർഫ് കാർഡ് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അവിടെ റെഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, ഇവർക്ക് 99 കാർഡ് ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ ഒരു 9 കാർഡ് കൂടെ ഉണ്ട്. വരെ നിങ്ങളെ ഞാൻ MRG ഫാൻ സിറ്റിയിലുള്ള സിറ്റുവേഷൻ അങ്ങനെ തീർക്ക് ഓസിയായിട്ട് എടുക്കരുത് ബ്രോ. ഞാൻ കഴിഞ്ഞ സിറ്റുവേഷന്റെ എക്സ്പ്ലനേഷൻ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ബ്രോയ്ക്ക് പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും ട്രിഗർ ആവാനും ഓസിയിലേക്ക് കാര്യങ്ങൾ വരാനും കുഞ്ഞിനെയും അവരെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലത്തെ സാധനങ്ങളിലോട്ട് വന്നോണ്ടാ ഞാൻ അങ്ങനെ അത്രയും ട്രിഗർ ആയത്. മനസ്സിലായോ? അല്ലാതെ എനിക്ക് വേറെ ഫ്രസ്ട്രേഷനും മറ്റേ ഇതൊന്നും കൊണ്ടല്ല. സെക്കൻഡ് സിറ്റുവേഷനിൽ ആണെങ്കിൽ പോലും ഞാൻ പറയണ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കി. പിന്നെ നമ്മൾ എല്ലാവരും ബോധിപ്പിക്കാൻ നിന്നതല്ലേ. ഫസ്റ്റ് സിറ്റുവേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, നൗ യു ആർ ആക്ച്വലി ബിഹേവിംഗ് സോ മച്ച് മെച്യൂർ ദാൻ ദ ഫസ്റ്റ് സിറ്റുവേഷൻ വിത്ത് MRC. അത് മെച്യൂരിറ്റി ആണ് തൈലം. ആ MRCയുടെ സിറ്റുവേഷൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ തിന്നുന്നുണ്ട് ഞാൻ. അതിന്റെ ഒരു റിസൾട്ട് വന്നു തുടങ്ങിയല്ലേ? ഓ കൊള്ളാം, താങ്ക് യു സോ മച്ച്. എന്താ കണ്ണാപ്പി പറയടാ? സുഖം. എനിക്ക് PL 15. എനിക്ക് 5 ഉള്ളവരാണ്. കാര്യമില്ലല്ലോടാ, വാർ ലൈനപ്പിലുള്ളവരുടെ PL പറഞ്ഞിട്ടല്ല കാര്യമുള്ളൂ. പ്രീവാറിൽ ഇന്ന് 35 പേര് അവൈലബിൾ ആണ്. ഞാൻ അതിൽ 25 പേരെ ഇട്ടിട്ടുള്ളൂ. കുഴപ്പമില്ല, അത്ര റിസ്ക് എടുക്കണ്ട. പ്ലേയേഴ്സ് ഉണ്ട്, അപ്പുറത്തെ വീട്ടിലെ നെറ്റ് തിരിച്ചു കൊടുത്തേരെ. ആദ്യം ഞാൻ ഈ ഓപ്ഷൻ നമ്മളെല്ലാം എന്ത് പ്രിവാറാണ് അങ്ങനെ എന്തൊക്കെയോ പോയി. വ്യൂവേഴ്സ് അല്ലേ, MRC അല്ലല്ലോ ബ്രോ. ഞാനിത് എങ്ങനെയാ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ബ്രോ? ഞാനൊരു കാര്യം പറയാം. നമ്മള് കുറച്ച് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കൊച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് വരാൻ പോണത് ഈ പറയണത് പോലെ കൊച്ചിനോടും ഒന്നുമല്ല. ഈ ഡെലിവറി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വന്തം വൈഫിന്റെ ഡെലിവറിയോ അവരുടെ പെയിനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അമ്മയോട് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് വരും. ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കൊച്ച് ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് പേരൻസിനോട് അതിനേക്കാളും വലിയ
റെസ്പെക്ട് തോന്നും. കാരണം ഇവരെ നമ്മളെ വളർത്തി വലുതാക്കിയത് ഇതുപോലെയാണല്ലോ എന്ന് തോന്നുന്നു. അന്നേരം നമുക്ക് ബേസ് എന്ന മറ്റേ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് ഈസി ആയിരിക്കത്തില്ല പറഞ്ഞ് മനസ്സിലാക്കാൻ. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ പഠിക്കുള്ളൂ. മനസ്സിലായോ? അങ്ങനെ വന്ന ഒരു സംഭവമാണിത്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒരിടത്ത് പോകാൻ വേണ്ടി ഒരു വെക്കേഷന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പറയണത് പോലെ നമ്മൾ അവിടെ നിൽക്കുമ്പം അവരുടെ ഫോട്ടോസിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ബോട്ട് കമൻസും സ്പാം കമൻസും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുകയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലൈവിലും നമ്മൾ കാരണമാണ് പലതും സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വിട്ടത് തിരിച്ചു ഞാനതൊക്കെ വിട്ടു. നമുക്ക് സിറ്റിയിൽ ജയിച്ചാലും തോറ്റാലും സിറ്റിയിൽ തീർക്കാം. ഇനി വെളിയിലോട്ട് കൊണ്ടുപോകാൻ എനിക്കും വലിയ താല്പര്യമില്ല. വാസു നമുക്ക് പോണ്ടേ പണി? ആ കാര്യം സെറ്റാണ്. അവർക്ക് അവിടെ വന്ന് എടുത്തു തരാൻ പറ്റത്തുള്ളൂ ജോക്കി. ഓക്കെ ഓക്കെ എനിക്ക് ഡ്രസ് ഒന്നും മാറാൻ അയ്യോ ഇല്ല. ആരാണ് പേര് പറ? ഇന്നലെ ചെട്ടി ബിൽഡിംഗിൽ ഒരു പള്ളിയായിരുന്നു. ഓക്കെ ഒരു കണ്ടന്റ് തന്നതിന് നന്ദി കേട്ടോ. താങ്ക് യു. ശരിയടാ. ഞങ്ങളെന്നാ പോയിട്ട് വരാട്ടാ. കാറിൽ ഇവിടെ ഉണ്ടോ? ഇത് കാറിലാണോ? ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണേ. ഞാൻ പറഞ്ഞ മറ്റേ ക്ലിപ്പ് കണ്ടല്ലേ, ജെൻസി പിള്ളേരുടെ പിടിച്ചിരിക്കാൻ വേണ്ടി പുതിയ ഫാഷൻ ഡ്രസ്. പിന്നെ അത് മാത്രല്ല, പിന്നെ വിഷയം കളിയായിരുന്നു പറയാതിരിക്കാൻ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ കാർഡ് വെച്ച് നമ്മൾ ഇത് വിളിക്കാന്ന് റാഞ്ച് വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അവരെ നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു തരാൻ കേട്ടോ. നിങ്ങൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ടാഗിൽ തന്നെ 2 റഫ് ഉണ്ടാവുന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എപ്പോഴും പോയിന്റിന്റെ ആവശ്യമൊന്നും വരില്ല. വേണ്ടപ്പോ നമ്മളൊക്കെ തിരിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് MRC SSCV. ഇത് ഭയങ്കര പ്രശ്നമാണ്. എല്ലായിടത്തും അപ്പാപ്പന്മാരെ കൊണ്ട് പ്രയോജനം. ഇവിടെ ഒരു അപ്പാപ്പൻ, അവിടെ ഒരു ജോഡി അപ്പാപ്പൻ, അവിടെ ഒരു അപ്പാപ്പൻ. എല്ലാ അപ്പാപ്പന്മാരുടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ അപ്പാപ്പൻ എന്താ നോക്കി വിളിച്ചില്ല. പാപ്പന്മാരെ കൊണ്ട് പ്രശ്നം പറയുന്നത്. കാണല്ലേ നീ? തൊപ്പി ഗ്യാങ്ങിന്ന് സെൽഫ് റിമൂവൽ ഇട്ടല്ലോ. സെൽഫ് റിമൂവൽ ഇട്ടെന്നോ? എവിടെ? ഇവിടുന്നോ? അതറിഞ്ഞൂടാ. കളിക്കുന്നില്ലല്ലോ. ആണോ? എനിക്ക് അറിഞ്ഞൂടാ കേസ്. എന്തായാലും കളിക്കാത്തോണ്ടായിരിക്കും. എടാ ഇടയ്ക്ക് ഒന്ന് കേറല്ലേ? എടാ വീഡിയോ എടാ. അത് ലീഡർ റോള് മാറ്റാനായിരിക്കും. അത് ശരിയാ. ലീഡർ മാറ്റി കൊടുത്തില്ലേ? അപ്പൊ ലീഡർ അവനെ ആയിരുന്നു വേണം. ഇതെന്താ? യുവർ വെഹിക്കിൾ ഈസ് നോട്ട് ഇൻഷുർഡ്. യു ഡോണ്ട് ഹാവ് ഇനഫ് മണി. ജോക്കി കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ട് തന്നെ ജോക്കി, ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ. എത്രയാ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇത് കാണിക്കുന്നില്ല. 50,000. അല്ല, ഞാൻ എന്റെ പൈസ എല്ലാം ഇവിടെ ഒരു ഡിസ്കോഡിൽ ഒരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടി ഒരു പാവത്തിനെ സഹായിച്ചായിരുന്നു. അതാണ് ക്ലിപ്പും വന്നില്ല. 50,000. വണ്ടിയിലൊന്നും ഇല്ല. വണ്ടിയിലൊരു പെഡൽ പെർസ്യൂട്ട് എന്ന് പറഞ്ഞ എന്തൊരു സാധനം മാത്രമേ ഉള്ളൂ. അവിടെ 50,000 ടൈപ്പ് ടൈപ്പ് ചെയ്തായിട്ടില്ല. നീ ഒന്ന് വണ്ടി പ്രീവാർ സീരിയസ് ആയിട്ട് കളിക്കണേ. വാറാണ് തോക്കും ജയിക്കും. ബട്ട് പ്രീവാർ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ആക്കണേ. എനിക്കറിയാം ലാസ്റ്റ് 2 പ്രീവാർസ് നമ്മുടെ 2 പ്രീവാർ നമ്മുടെ ഡിസപ്പോയിന്റഡ് പ്രീവാർ ആയിരുന്നു. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ജയിക്കുക എന്ന് പറയുന്ന സാധനം അങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു സ്ട്രീക്കിൽ നമുക്ക് പോവാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരു ഗെയിം കൂടെ മാത്രമല്ല കഴിച്ചത്. ഇതിന് ഈ PL സിറ്റുവേഷൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൂടെ ഉണ്ട് അതില്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം ആ ഒരു ദിവസം ഇല്ലെങ്കിൽ എന്തൊക്കെ പറയാണെങ്കിലും ഇനി എത്ര ദൈവ ലൈനപ്പ് ആണെങ്കിലും നമുക്ക് ആ ഒരു കാര്യം സംഭവിക്കും. എന്ത് ജോക്കി പ്രശ്നം? എവിടെ വീണ്?
മഴ പെയ്തപ്പോ തുണി എടുക്കാൻ വേണ്ടി ഒന്ന് ഓടിയതാ നീ. കാലൊക്കെ മടങ്ങി ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു. ഇന്നാ ഓ വൈകുന്നേരം. ഓക്കെ അല്ലേ? ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെ. നിങ്ങൾ ബ്രോ ഫ്രസ്ട്രേഷൻ ടി വി കാണാൻ എമർജി ഫാൻസ് ആണോ അല്ല ഇൻസ്റ്റാ സ്റ്റോറിക്ക് ജോയ്സൺ സമേഷ് ബ്രോ താങ്ക് യു സോ മച്ച് 500 കിക്ക് പോയിന്റ്സ്. എന്താ ജോക്കി? അല്ല മൈക്ക് കൂട്ടി ചിരിക്കണോന്ന് ചോദിച്ചാൽ നീ അല്ലല്ല ഞാൻ ഇവിടെ ഒരു ഇത് വായിച്ചത്, ഒരു കിക്ക് പോയിന്റ് ഒരാൾ അയച്ചത് വായിച്ചതാ. അപ്പാപ്പൻ എന്ത് അപ്പാപ്പ? അയാളെടുത്തുണ്ട് വേഗം വരാൻ പറയും. അപ്പാപ്പ ഞാൻ ഗ്യാങ് വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ ഞാൻ എടുത്തിട്ട് വരാം. അല്ല ഗ്യാങ് വണ്ടി എടുത്തിട്ട് വരട്ടെ കഴിച്ചു. അല്ലല്ല ഞാൻ ഇവിടെ വന്നു ഓൾറെഡി. ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ അമ്മമാരോ വന്നതാണെന്ന് വിചാരിച്ചു. പിന്നെ അലീനയുടെ സ്റ്റോറി കണ്ട് ഞാൻ കണ്ട് അലീനയുടെ സ്റ്റോറി ഗൈസ്. സെക്കൻഡ് ഗൈസ് അലീനയുടെ സ്റ്റോറി എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എൻ്റെ വൈഫിന്റെയും കുഞ്ഞിന്റെയും എൻ്റെ ഫോട്ടോയിലും പ്രൊഫൈലിലും എല്ലാം ഈ ബോട്ട് കമന്റ് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ബോട്ട് കമന്റ് ചന്ദ്രൻ കുണ്ടനായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ അടുത്ത ഭീഷണി. അങ്ങനെ ഓരോ സീസൺ വൈസ് ഓരോരോ ഇതാണ്. പറ ജോക്കി. എടാ ജയിച്ചേക്കണം കേട്ടോ. ജയിക്കുന്നു മാക്സിമം നോക്കാം. നമ്മൾ ജയിക്കും എല്ലാ വാരം. ഇപ്പൊ ആരെ ഓപ്പോസിറ്റ് ആണല്ലോ നമ്മൾ എല്ലാ വാരം ജയിക്കാൻ വേണ്ടിയല്ല കളിക്കുള്ളൂ. പക്ഷെ ഇത് കുറച്ച് എക്സ്ട്രാ എഫോർട്ട് ഉണ്ട് കേട്ടോ. അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ഇല്ലെന്നോ? അല്ല അങ്ങനൊന്നും. ഞാൻ നാളെ അവന്മാരുടെ വീഡിയോയ്ക്കകത്ത് ഇടിച്ചിരിക്കുന്നത് നിനക്ക് പ്രശ്നമില്ല. ഷോക്കി അങ്ങനെയാണ്. ഞാൻ നാല് ജോക്കി ഇതൊക്കെ പേടിച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നെങ്കിൽ ഈ ഫേസ് ക്യാം ഇട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുവോ? ഞാനൊരു കാര്യം പറയട്ടെ. അതെല്ലാം ആവുമ്പോ കൊടുക്കുകയും ചെയ്യണം. മനസ്സിലായി? അത് കിട്ടിയാലെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ണാപ്പി ഒരാഴ്ചത്തേക്ക് മാറ്റിയിട്ടേ ആ റോള് ഞാനിങ്ങ് എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയില് ഒരു പ്രയോജനം ഇല്ലാത്തൊരുത്തരാണ്. അങ്ങനെ പറയല്ലോ കേട്ടാ. അവനെ കൊണ്ട് പ്രയോജനമുണ്ട് ജോഗി. വള്ളി എടുക്കാൻ അതിനപ്പുറം വള്ളിയാടാ ഞാൻ. എത്ര വള്ളിയാന്ന് എടുക്കുന്നത്? എനിക്കങ്ങ് വള്ളി എന്തേലും ഒന്ന് ട്രിഗർ ആക്കിക്കോളാം പോയി. എനിക്ക് എല്ലാവരും സൂക്കടല്ലേ. ഇത് ഹോസ്റ്റേജ് ആകുമ്പോ പഠിക്കുക. ഇവിടെ ലീഡറും മാത്രമേ ഉള്ളൂ ഹോസ്റ്റേജ് ആവാത്തത്. ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഗ്യാങ് സ്ലോട്ടിൽ വന്ന. എടാ അപ്പൊ നീ പറയുന്നത് എന്നെ കോലീഡർ ആക്കത്തില്ലെന്നാണ്? ജോക്കി എന്നെ കോലീഡർ ആക്കണം കേട്ടോ. എന്നാലും എനിക്ക് റോള് കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ പിടിച്ചോണ്ടേ കഴിഞ്ഞാൽ എന്തോ ഈ മോറ പോകത്തില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങോട്ട് കേറി? കേട്ടില്ല. അല്ല നിങ്ങൾ മൂന്നതേ കയറിക്കോ. ഞങ്ങളെന്നാ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. നമുക്ക് ഇതിലങ്ങ് പോവാം. ഡയറക്റ്റ് ഇൻവിറ്റേഷൻ ഉണ്ട് ജോലിക്ക്. കാണാൻ പറ്റുമോ ജോക്കി? ഇലക്ഷന് നിക്കണില്ലേ? ജോക്കി നിക്കുന്നിടത്തോളം കാലം ഞാൻ ഇങ്ങനെ നിക്കണം. ബ്രോ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യണം. MRC വരുന്നുണ്ട്. ബ്രോന്റെ പേഴ്സണൽ ലൈഫ് മോഫ് ഫോട്ടോസ് ഒക്കെ ടെലഗ്രാമിൽ ഇഷ്യൂ ഉണ്ടായില്ലേ? അപ്പൊ അതാണെങ്കിലും അതും MRCന്റെ തലയിൽ ആക്കുമായിരുന്നല്ലോ. സോ എല്ലാരും ചെയ്യുന്നു. അവരെ പറയല്ലോ ഇഫ് ബ്രോ. ഞാൻ അതിനെ പറ്റി അല്ല, അത് മാത്രമല്ല ട്രിഗർ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? കേറിയോ? ഇത് അപ്പുറത്ത് നിൽക്കുന്നവനൊക്കെ തെറിച്ചു വീഴണം. ഞാൻ ഇവിടെ വണ്ടി എടുക്കുമ്പം ഹലോ സിറ്റി ശരിയല്ലടാ. സിറ്റി ശരിയല്ലടാ. സിറ്റി ശരിയല്ലടാ. സിറ്റി ശരിയല്ലടാ. എന്റെ അകത്ത് നീ 1/2 കിലോമീറ്റർ അപ്പുറത്താ. സിറ്റി ശരിയല്ല. സിറ്റി ശരിയല്ല. ആരും ചോദിക്കട്ടെ. ഞാൻ പറയണത് വെച്ചാ അതുകൊണ്ടല്ല. എനിക്ക് ഞാൻ പറഞ്ഞത് അതിന്റെ ഇടയ്ക്കും കൂടെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോ ഞാൻ ഭയങ്കര മൈൻഡായി ട്രിഗർ ആയെന്നാ ഞാൻ പറയണം. മനസ്സിലാവണില്ലേ? ഇല്ല അവര് വേറെ വണ്ടി വരാന്നല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. അവർ രണ്ടുപേരും കൂടെ വരാനുണ്ടെന്ന് വാസുവിനെ. ഓക്കെ വാസുവിനെ നമ്മുടെ ജോക്കി നടക്കുന്ന എന്താ പാപ്പാ? നമ്മുടെ ജോക്കി നടക്കുന്നത് കണ്ടിട്ട് വാസുവിന് വിഷമം വരുന്നില്ലേ? എങ്ങനെ നടക്കുന്ന കണ്ടിട്ട്? ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നമുക്കൊക്കെ വേണ്ടിട്ടല്ലേ ജോക്കി ഇത്രയും കാലം ഒറ്റത്തടിയായിട്ട് നടന്നേ.
ജോക്കിക്ക് താല്പര്യമില്ല പെണ്ണ് കേട്ടാൻ. എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാൻ പറ്റും? അതാ നോക്കി എടാ താൻ പെണ്ണ് കിട്ടിയായിരുന്നു. ഹലോ ആഗ്രഹം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതെ MRG തന്നെ. ആ പറഞ്ഞോ. അതെ നമ്മള് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാന്ന്. അതെന്ത് പറ്റി? അത് ഇവിടെ കറണ്ടിന്റെ പ്രശ്നമുള്ളതുകൊണ്ടേ പിള്ളേർക്ക് കയറാൻ പറ്റുന്നില്ല. ഞങ്ങക്ക് കൊറേ പേർക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് കുറച്ച് പേരേ ഉള്ളു. അപ്പൊ ആൾക്കാർ കുറവാണ്. അതെങ്ങനെ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറ്റും? അല്ലല്ല അത് എളുപ്പല്ലേ. ഞാൻ പറഞ്ഞില്ലോ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി. അടിയിൽ രണ്ട് വയറുണ്ടാവും. വയറെടുത്ത് ഇങ്ങനെ നമ്മുടെ സൈഡ് നമുക്ക് ഇന്നലെ സംസാരിക്കാൻ നേരം റാംബോ ഇങ്ങനെ നിങ്ങളുടെ ലീഡർ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ലീഡറിന് കയറാൻ പറ്റുന്നില്ല, കറണ്ട് വേണ്ടേ. അപ്പൊ ഞാൻ പറയുന്നത് MRG സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി. അവര് വിളിച്ചിട്ടേ നമ്മള് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കുവാണെന്ന്. അവര് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കുവാണെന്ന്. അവരുടെ ലീഡറിനൊന്നും കേറാൻ പറ്റില്ല, കറണ്ട് ഇല്ലെന്ന്. വലിയൊരു പ്രശ്നമാണല്ലോ വാസുവനെ. പോയോ? ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലില്ല പറ്റത്തില്ല. അവരല്ലേ അടികൊണ്ടേ, അവര് തീരുമാനിക്കണം കണ്ടിന്യൂ ചെയ്യണം വേണ്ടിയെന്ന്. ആണോ? അത്രേ ഉള്ളല്ലേ? അത്ര അപ്പൊ തല്ലുള്ളുകളുടെ തീരുമാനം അന്തിമ തീരുമാനമാ. എന്തൊക്കെ റൂളാണ് ഉണ്ടാക്കി വേറെ ചെയ്യാൻ പറ്റും? ജോക്കി അങ്ങനല്ലേ ജോക്കി വേണ്ടേ. ചത്തവന് പ്രശ്നമില്ലെങ്കിൽ എടാ മാറില്ലേട്ടാ. സറണ്ടർ ചെയ്ത് തല്ലുള്ളികൾ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. സറണ്ടർ ചെയ്ത് ലീഡറിനും അവർക്കൊന്നും കേറാൻ പറ്റുന്നില്ല, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് സറണ്ടർ ആക്കിയേ. എനിക്ക് ഈ BCസിന്റെ കാര്യം ആലോചിച്ചിട്ടാ വിഷമം. നാളെ ഈ ദേഷ്യമെല്ലാം അവരുടെ ഉണ്ടെ തീർക്കുമല്ലോ. പിള്ളേരുണ്ടല്ലോ വൈകുന്നേരം തൊട്ട് 7 മണി തൊട്ടേ മുണ്ട് കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുക. സ്വസ്ഥമായിട്ട് പോയി മറ്റേ ഓപ്ഷൻ പങ്കെടുക്കുന്ന വിഷമമില്ലോടെ അടിക്കാത്തത്. എനിക്കറിഞ്ഞൂടാ ജോക്കി, എനിക്കങ്ങനെ വിഷമമുണ്ടല്ലോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കെന്താ പറയാനാ, എനിക്ക് സിറ്റുവേഷൻ എടുക്കണമെന്നില്ല. ഇത് ഇന്നലെ നമ്മളെന്തായാലും പറഞ്ഞ നമ്മളായിട്ട് ഇത് ചെയ്തതാണെന്നും പറയും. മീൻസ് അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇത് പറയാനില്ല. ഫേക്ക് കോൾ ആണെന്നോ? അത് ഫേക്ക് കോൾ ആണോ? അപ്പൊ ഈ 3300 എന്നെ വിളിച്ചത് അത് MRCയിലുള്ള ആരുടെ നമ്പർ ആണോ? 3300 ഫേക്ക് കോൾ ആണെന്ന് ഇവിടെ കുറെ പേര് പറയണ്. അല്ല എനിക്ക് തോന്നുന്നു മറ്റേ MRCയിൽ അപ്പാപ്പനാണോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതുപോലത്തെ ഒരു അങ്ങനത്തെ ടോണിലാ സംസാരിച്ചേ. ആ 3300. ഹലോ 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 ഏതപ്പാപ്പൻ? ഇപ്പൊ ഞാനാണല്ലോ അപ്പാപ്പൻ. ഇതേതപ്പാപ്പൻ? ഞാൻ MRG-യിലപ്പാപ്പൻ. നീ എവിടെ? ഞാൻ TVയിലപ്പാപ്പൻ. നീ ഏതാടാ? ഞാൻ MRG-യിലപ്പാപ്പൻ. ഞാൻ TVയിലപ്പാപ്പനാടാ. ഞാൻ MRG-യിലപ്പാപ്പൻ. നീ ഏതാ? എടാ ഞാൻ TVയിലപ്പാപ്പനാടാ. തനിക്ക് വയ്യേടോ. അതിന് ഞാനെന്താ വേണം? അതെ നിങ്ങളായിരുന്നോ മറ്റേ സബ്ഗുരുവിന്റെ ആരായിരുന്നെന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. നീ ഒരു കാര്യം ചെയ്യാം, കറണ്ട് വരുമ്പോ ബാക്കി വന്ന് തല്ലുള്ളു കേട്ടാ. തല്ലുള്ളി അയാളെന്തോ ഇയാളെന്ന് സിറ്റുവേഷൻ തമാശ പറയുന്നത്. പക്ഷെ ചീറ്റി പോയോ? തമാശയായിട്ടൊന്നും അല്ല റിപ്ലൈ തന്നത്. വാസുവിന്റെ കാര്യം ചോദിക്കട്ടെ, ഇയാളൊന്ന് ട്രിഗർ ചെയ്ത സിറ്റുവേഷൻ എനിക്ക് ജോക്കി അതെ പുള്ളിയായിട്ട് ഇന്നലെ സിറ്റുവേഷൻ ആയത്. ഞാൻ ഇവിടെ കമന്റോടെ നോക്കിയിരിക്കുവായിരുന്നു. പുള്ളിയാണ് സിറ്റുവേഷൻ ട്രിഗർ ചെയ്യുന്നതല്ല, പുള്ളിയായിട്ടാണ് ഇന്നലെ സിറ്റുവേഷൻ ആയത്. പറഞ്ഞോ? ഇല്ലില്ല ഞാൻ പുള്ളി MRC അപ്പനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ TV അപ്പനാണെന്ന് പറഞ്ഞു. അത്ര പറഞ്ഞുള്ളൂ. ഇപ്പം മിക്കവാറും നാളത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ?
വേണ്ട പാപ്പ, എനിക്ക് ഇവന്മാരെ തല്ലണമെന്ന് ഒരു ഇതും ഇല്ല പാപ്പ. ഉണ്ടെങ്കിൽ ഞാൻ പറയൂലേ, എനിക്ക് ഇവന്മാരുടെ സിറ്റുവേഷൻ കിട്ടണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. സത്യം പറയാലോ, എനിക്ക് ഒരു താല്പര്യമില്ല ഈ സമയത്ത്. നമുക്ക് ഞാൻ സത്യം പറഞ്ഞ ഒരു ഫൺ കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ പണ്ടെന്നല്ല അറിയാവോ ഡിസ്ട്രാക്ട് ആണെന്ന് പറയാം. ഞാൻ സത്യം ഭയങ്കര ഡിസ്ട്രാക്ട് ആയിട്ടാ ഇപ്പൊ ആർപ്പ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ കമന്റ് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ എന്ത് പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ കുഴപ്പമില്ല, നമുക്കിപ്പോ മനസ്സിലായല്ലോ ഫണ്ട് വേണ്ടെന്നുള്ളത്. അപ്പൊ ഇനി വേണ്ട, മാറ്റി വെച്ചേക്കാം. ഇവന്മാരുടെ അടുത്തൊന്നും ഫണ്ണോ ഇതൊന്നും നടക്കത്തില്ല പാപ്പ. ഇവർക്കൊന്നും അതിനുള്ള ഒരു ഇതില്ല, മനസ്സിലായ? ആ മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല. ഫണ്ണും വണ്ടിയൊന്നും നടക്കുന്നില്ല. ഞാൻ പാപ്പം കാര്യമായിട്ട് സംസാരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം ഒന്നും മിണ്ടായിരുന്നത്, സത്യം പറഞ്ഞ. അല്ല ഞാൻ അവന്റെ ആദ്യമേ വായിക്കാത്തോട്ട് ഞാൻ വെച്ചു കൊടുത്തേനെ. ഞാൻ ആദ്യമേ അവൻ വാ തുറന്നപ്പോ തന്നെ. അപ്പോട്ട് വാസവരെ സാരമില്ല, കാരണം ഞാനാണല്ലോ അങ്ങോട്ട് വിളിച്ചത്. കുഴപ്പമില്ല. സാരമില്ല ജോക്കി, നമ്മള് ഒരു ഫണ്ടെന്നുള്ള രീതി തുടങ്ങാതെ പുള്ളിക്ക് അത് ചിലപ്പോ ഫണ്ടായിട്ട് തോന്നിയിട്ടുണ്ടാകത്തില്ല. അപ്പൊ എല്ലാം കോപ്പിയല്ലേ. എല്ലാത്തിനും ഉണ്ട്. ലോകത്തുള്ള എല്ലാ നല്ല സാധനത്തിനും ഒരു ഫസ്റ്റ് കോപ്പി ഉണ്ടാവും. സത്യം കേട്ടോ. കണ്ടിട്ടില്ലേ? അഡിഡാസ്, നൈക്കി, ഇവർക്ക് കണ്ടിട്ടില്ലേ? ഫസ്റ്റ് കോപ്പി ഉണ്ട്, മനസ്സിലായല്ലേ? അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അപ്പാപ്പ നിൽക്കുന്നത് ഒരു ലെജൻഡറി ഗ്യാങ്. ചോദിച്ചാൽ തിരിച്ച് തല്ലം ധൈര്യമുള്ള ആമ്പിള്ളാറുള്ള ഗ്യാങ്ങിലും അവന്മാർക്ക് കറണ്ട് ഇല്ലാത്ത ഗ്യാങ്ങിലും, മനസ്സിലായോ? അത്ര വിചാരിച്ചാൽ മതി. ഇതാണ് അവര് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പാപ്പന് ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് അവരാഴ്ച സിറ്റിയിൽ നമ്മൾ പൊളക്കെ അടിക്കൂലേ പോയി? അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരുത്തിന് അപ്പാപ്പനെ ഇങ്ങനെ അവരാധിച്ച നമ്മൾ അടിക്കാതിരിക്കുവോ? ഒരു ദോഷത്തേക്ക് സിറ്റുവേഷൻ മാറ്റി വെക്കും തോന്നുന്നുണ്ടോ അപ്പാപ്പന്? അവിടെയാണ് ഡിഫറൻസ്. ഇനി വാറ് തുറന്ന് പറഞ്ഞ വന്നാലേ ഞാൻ പറയും, ഞാൻ സ്ഥാനത്തിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക അവനെ. ഇനി വന്നാൽ തല്ലുകൊള്ളികള്. എനിക്ക് പറ്റിയ പേരാണ് തല്ലുകൊള്ളികള്. ഇതൊക്കെ പരന്തുവാസമാണ് സംസാരിക്കുന്നത്. സിറ്റിക്കകത്ത് മാത്രം. സിറ്റിക്കകത്താണ്. തിന്നാൻ വല്ലതും ഉണ്ടോ പാപ്പ? ഞാൻ തരാം പാപ്പ. ഇല്ലെങ്കിൽ ചിലപ്പോ ശവമായിട്ട് പോണ്ടി വന്നേനെ. പറഞ്ഞു നോക്കി. നമുക്ക് ഓപ്ഷന്റെ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യാം പാപ്പ. നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെയായിരുന്നു? ഞാൻ ചുമ്മാ ഞാൻ സംസാരിക്കാൻ വേണ്ടി വണ്ടി ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു ചുമ്മാ ഇത്ര നേരം. നമ്മൾ അവരുടെ കൺഫേം ആണെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്, പെണ്ണുമ്പോൾ വിളിക്കണ എന്ത് പറ്റി? വായ്ത്താളം മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ ഹീലടിച്ച് ശീലിച്ചോണ്ടേ ഫുഡ് വെള്ളം വാങ്ങി വെക്കാറില്ല. ഇത് ശീലമാക്കാം. രണ്ട് മിനിറ്റ് നമുക്ക് സമയമുണ്ട് ഓപ്ഷൻ എത്താൻ വേണ്ടിട്ട്. അല്ല 2 മിനിറ്റുള്ളിൽ എത്തിയില്ല. കേരളത്തിലൊന്നും അങ്ങനൊന്നും ഇല്ലല്ലോ. കേരളത്തിലൊന്നുമില്ല, ചിലപ്പം ആൾക്കാർ വിളിച്ചോണ്ട് പോകും. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ഇനി 10 മിനിറ്റ് പോസ്റ്റ് ആയാലും അപ്പാപ്പ 10 ഇത് വിളി വരുള്ളൂ. അതല്ലേ എടാ, നീയൊക്കെ ഈ ചാറ്റ് വന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്താടാ കാര്യം? എടാ, നീയൊക്കെ ചാറ്റ് വന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്താടാ കാര്യം? നിന്റെ ആൾക്കാരോട് പോയി പറയടാ. നിങ്ങളുടെ ആൾക്കാരോട് പോയി പറ, സിറ്റുവേഷൻ എടുക്കാൻ. ഞങ്ങളിത് ഇവിടെ റെഡിയാ. ഞങ്ങളിത് ഇത്രയും പിള്ളേരായിട്ട് ഇവിടെ നമ്മുടെ 35 മെമ്പേഴ്സ് ഇന്ന് ആക്റ്റീവായിട്ട് ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് എത്ര പേര് ഇന്നൊരു ഇനിഷ്യൽ നടത്തണമെങ്കിൽ നമ്മൾ 35 പേരെ വെച്ച് ഈ സിറ്റുവേഷൻ എടുക്കാൻ റെഡിയാ. നിങ്ങളുടെ ആൾക്കാർക്ക് പറ വരാൻ സിറ്റിയിൽ. പേടിച്ചത് നമ്മുടെ കുറ്റമാണോ? ബ്രോ, നമ്മുടെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്തിനാ? ഇല്ലാതെ നമ്മൾ റെഡിയാണ് സിറ്റുവേഷൻ എടുക്കാൻ. നിങ്ങൾക്ക് കറണ്ട് ഇല്ല, മറ്റേ ട്രാൻസ്ഫോമർ കത്തിപ്പോയി, അണ്ടി പോയി എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് കളിക്കാൻ റെഡി ആയില്ല, ഞങ്ങളിവിടെ വന്നേ. നിങ്ങൾ എന്താ ആ കാര്യം മനസ്സിലാക്കാത്തെ? ഞാൻ ഈ ചാറ്റ് നോക്കിയിട്ട് ഇതാരെ വിളിച്ച് പറഞ്ഞേ? അയാളെ പറഞ്ഞ 3 മിനിറ്റ് നമ്മൾ വന്നിട്ട് തുടങ്ങത്തുള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 പേര് ഇപ്പൊ തന്നെ ഉണ്ട്. വണ്ടി നിർത്തിയിട്ടേക്കുന്നത് തല്ലാൻ പേടിയാണെങ്കിൽ അതങ്ങ് പറയണം. കറണ്ട് ഇല്ല, ട്രാൻസ്ഫോമർ കത്തിപ്പോയി, പോസ്റ്റ്മാന്റെ സാമാനത്തിൽ കറണ്ട് കമ്പി വീണു.
എന്ന് പറയരുത്. സിറ്റുവേഷൻ എടുക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങ് സമ്മതിച്ച് പൊക്കണം ആ വഴി. നമ്മൾ 11:15 ലൈവ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇപ്പൊ തന്നെ ഒരു 14 പേരുണ്ട്. നമ്മൾ അങ്ങനെ നോക്കി റൈഡ് നോക്കി എത്രയുണ്ട്? 13 പേരേ ഉള്ളൂ നമ്മളിപ്പോഴും. അയ്യോ ഞാൻ കേട്ടില്ല. എനിക്ക് ഞാൻ കാല് പോയിടാ, അതുകൊണ്ട് എന്താ പറ്റി കാലിന് നോക്കി? എങ്ങാണോ ആയിരിക്കണമായിരുന്നു, കാണിച്ചു തന്നേനെ എല്ലാത്തിനും. ആ ശരിക്കും BCS എങ്ങാണോ ആയിരുന്നുണ്ടല്ലോ 30 പേരിന്ന് കേറിയനെ. ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ആരും കൊണ്ടുപോയി നോക്കി? ഞാൻ ഒറ്റയ്ക്ക് പോയി ആരും കൊണ്ടുപോകാനും സത്യം ആരും എന്താ ബാബാ? നമ്മളാ നോക്കാൻ ആദ്യം എത്തിയത്. അപ്പൊ ഇതെങ്ങനെയാണ് എനിക്കറിയാലോ. കേക്ക് പോലും എത്തിയിട്ടില്ല. ഞാൻ എങ്ങനെ വിളിച്ച് ചരിത്രം അറിയാത്തവന്മാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മള് വന്നിട്ട് 19 പേരെ വെച്ച് 30 പേരെ 28 പേരെ അടിച്ച ചരിത്രം TV ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഇന്നലെ വന്നവർക്ക് ചിലപ്പോ മനസ്സിലാവൂല. പയ്യെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ. മനസ്സിലായ സിറ്റിയിലെ നമ്പർ 1 ഗ്യാങ് ലിസ്റ്റിൽ നമ്പർ 1 ഓഫ് ദ ടോപ്പ്, 1 ഓഫ് ദ ടോപ്പ്. അതുപോലെ പല ആൾക്കാരും നമ്മളെയൊക്കെ മുകളിലാണെന്ന് പറഞ്ഞ ഗ്യാങ്ങിനെ 19 പേരെ വെച്ച് 28 പേരെ തല്ലിയിട്ടുള്ള ചരിത്രം TV ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൗണ്ട് ഒന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് ഇതാക്കണ്ട. അമ്മാർ പറയുന്നതാണ് ഇന്നലെ ടർഫ് അടിച്ച് കൊണ്ടുവന്ന് തന്നത്. ഞാൻ വിളിച്ച വാസും കൊണ്ടുവന്നാണ്. ജോക്കി പറ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ജോക്കി, ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡാ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കമന്റിൽ കുറെ എണ്ണം വന്നിരുന്ന് കണ്ണാ കൊണ്ണ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഞാൻ അതിന് റിപ്ലൈ കൂടെ കൊടുത്തുകൊണ്ട് ഇല്ല ഗണ്ണൊന്നും ചെക്ക് ചെയ്തൊന്നുമില്ല. കഴിഞ്ഞ വട്ടം ഗണ്ണൊന്നും ചെക്ക് ചെയ്തൊന്നുമില്ല. മനസ്സിലായ? ഗണ്ണൊന്നും ചെക്ക് ചെയ്തൊന്നുമില്ല കഴിഞ്ഞ വട്ടം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ജോക്കി പറ. ഇത് അവന്മാരല്ലേ ഡ്രോപ്പ് ചെയ്തത്? പിന്നെന്തുമാർക്ക് ഇത്ര കടി? അതാ ജോക്കി, ഇത് അപ്പൊ നമ്മള് തല്ലുള്ള പേടിയെന്ന് അടിവെള്ളം പേടിയെന്ന് പറഞ്ഞതിന്റെ ഇതാ ഫ്രസ്ട്രേഷനാ. ഇത് നമ്മളെല്ലാം ഡ്രോപ്പ് ചെയ്തത്. നമ്മളിവിടെ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണ് സിറ്റുവേഷൻ എടുക്കാനും എന്താണെങ്കിലും. ഞാൻ സാധാരണ ജോക്കി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം വന്നിട്ട് അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻ എന്താണെന്നും സിറ്റുവേഷൻ ഇതാക്കി എക്സ്പ്ലെയിൻ ചെയ്യാനെങ്കിലും ഞാൻ നിൽക്കും. മനസ്സിലായ? അപ്പൊ ഇന്ന് അതുപോലും ചെയ്യാത്തത് കാരണം നമ്മളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെളിയിൽ സന്തോഷത്തോടെ മറ്റേ PUBG കളിച്ചോണ്ടിരുന്ന സമയത്ത് ജോക്കി സിറ്റുവേഷൻ ഉണ്ടാവുന്നേ. ഇതെങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ഇത് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. അപ്പൊ പിന്നെ നമ്മളിത് അടി കഴിഞ്ഞിട്ട് കാണിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അടി കഴിഞ്ഞിട്ട്. അപ്പൊ എന്താ അടിക്ക് മുമ്പേ നമ്മൾ കാണിച്ച കൺവേർട്ടിംഗ് എന്ന് പറയാം. അപ്പൊ എന്തായാലും അടിയില്ല. അടി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു കൊടുക്കും. എന്തായാലും ഹലോ കേറിക്കോട്ടെ. ഒരു മിനിറ്റ്. ഹോട്ട് ബാറിൽ നിന്ന് ഗണ്ണ് മാറ്റിയിടണേ, താഴത്തോട്ട് വലിച്ചിടണേ. ഹോട്ട് ബാറിൽ നിന്ന് താഴത്തോട്ട് ഗണ്ണ് വലിച്ചിടണം. റേഡിയോ 223 എടുക്കാം. റേഡിയോ 223 223 കയറാം. റേഡിയോ അയ്യോ വെഹിക്കിൾ ആയിരുന്നു. 223 ഓക്കെ. യൂസർ 27 ആ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യോ? യൂസർ 27 ആരാ? നീ പോടാ താഴെ എണീച്ചെന്ന്. TV ജോക്കർ വന്നു, ബെർന്തോസ് വന്നു. അപ്പൊ രണ്ടുപേരും അവരുടെ സൈസ് നോക്ക്, നൈസല്ലേ? പക്ഷെ നമ്മളാണ് ഈ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനത്തെ ഹെവി വെഹിക്കിൾ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. വേണ്ട കേറിക്കോട്ടെ. ഈ ആ വണ്ടി കൊള്ളടാ, എനിക്ക് ഇഷ്ടപ്പെട്ട ആ വണ്ടി. അതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ഉണ്ട്. ഇപ്പൊ വന്നല്ലോ വണ്ടി. ആ വണ്ടി നല്ല രസമായിട്ട് പണിതേക്കുന്നത്. നല്ല ഡീറ്റെയിലിംഗ് ഉള്ള വണ്ടിയാണ്. ഇല്ല ജോക്കി, ഞാൻ ചില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല ജോക്കി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ചില്ലാണ്. വെറുതെ വന്ന് ചുമ്മാ വന്ന് തള്ളക്കി വിളിച്ചോണ്ടിരിക്കുന്ന ഞാൻ പ്രശ്നം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓൾ ഗുഡ്. കഴിഞ്ഞിട്ട് ഇതാ കാണിച്ചാൽ മതി കേട്ടോ. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത് 2 സീറ്റുകളല്ലോ. ഞാൻ ഇല്ലല്ല ജോക്കി ഇട്ടിരുന്നു. ജോക്കി അപ്പാപ്പനോട് ഇരുന്നു. ഞാൻ പറയുന്നോളാം. ഞാനും കൂടെ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. മ്യൂട്ട് റേഡിയോയോ? റേഡിയോ ഒക്കെ മ്യൂട്ടാ? അവിടെ മ്യൂട്ടഡ് ആയിരിക്കും.
ഫ്രണ്ട് സീറ്റിന്റെ പിടിച്ചാലുണ്ടല്ലോ ഇരി അവിടെ ഇല്ല അപ്പൊ നിങ്ങള് മൂത്തരിരുന്നോ ഉറപ്പില്ല. കാർ ഷെഡ് വരെ ഒന്ന് കേറിയായിരുന്നു കേട്ടോ. എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അതില്. എല്ലാരും ഉള്ളപ്പോ ഒന്ന് കേറാൻ നമ്മള് വരാതിരിക്കുവായിരുന്നു, നിങ്ങളാരും ഇല്ലാതായി പോയത്. റെഡിമേക്ക് ഓണാക്കി ഇച്ചിരി കുറവുണ്ട് കണ്ടോ എടുക്കാൻ. അതെന്ത് 4 KV ആണോ അവര്? 4 പേര്? ആ 4 പേരുണ്ടല്ലേ അവര്. ജോക്കി പറഞ്ഞ കേട്ടോ ജോക്കി. ഇത് ടോക്കിയോ ആണോ T47 ആണോ അപ്പുറത്തിരിക്കുന്നത്? അത് ടോക്കിയോ അല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഫോട്ടോ കോട്ടസ് വിട്ടിട്ട് പുള്ളിക്കാരൻ കണ്ടിട്ട് വന്നാലും മിക്കവാറും അങ്ങേറെ പണി പോകുന്നതാ കേട്ടോ. ഏയ് അങ്ങനെ പണിയൊന്നും പോത്തില്ല. നമ്മുടെ T47 ടോക്കിയോടെ അല്ല ഏകദേശം ഒരേ കളറാ. കേക്കേടെ മുകളിലുള്ള ആരാ പാപ്പ? ഗ്യാങ്ങിലുള്ള ഒരു പെൺകൊച്ചിനെ സെറ്റ് ചെയ്യണം. അതാവുമ്പോ ഇടക്കൊക്കെ പോയി ഗ്യാങ് വാറൊക്കെ ആക്കാം. അവളെ വളയ്ക്കാൻ നോക്കുന്നതിന് ഗ്യാങ്ങുകാർ തല്ലണം. പക്ഷെ പുള്ളി ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. അത് പണ്ട് സൂസനെ പറഞ്ഞോ ഏത് മാസവും ഭയങ്കര സൂസനെ വളയ്ക്കാൻ പോയ സമയത്ത് അതൊക്കെ ആയിരുന്നു കാലം. സ്പെഷ്യൽ ഗ്യാങ്ങിലുള്ള ഒരു പെണ്ണിനെയാണ് അതിന്റെ കൂട്ടി ഞാൻ ചോദിച്ചിട്ട് പോലും പറഞ്ഞു തന്നില്ല ജോക്കി. അത് പ്രിൻസസ് ആണല്ലേ MC? എന്റെ ആളി അതൊക്കെ എന്തൊരു കാലം വരുന്നത് അതൊക്കെ അല്ലേ. പറഞ്ഞത് കാര്യമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അവിടെ ചെന്നിട്ട് അമ്മാരുടെ മുമ്പിൽ വെച്ച് മാസമായിട്ട് സൂസ ഐ ലവ് യു എന്ന് പറയും. അപ്പൊ സൂസ ലവ് യു ടു പറയും. മറ്റവന്മാരൊന്നും മിണ്ടാതെ പോവാ. ഗോൾഡൻ ടൈംസ് എന്റെ ആളിയാ. അമ്പത്തൂരൊക്കെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന സമയം. സിനിമയായിരുന്നു സത്യല്ലേ? കള്ളക്കുട്ട സുഖമാണോ? കണ്ടില്ലല്ലോ എന്താണ് ബെറ്റർ ബ്രോ. അമ്മാരെന്തായാലും സിറ്റുവേഷൻ എടുക്കൂടാ. ജയിച്ചാലും തോറ്റാലും അങ്ങ് പൊക്കോളും. പറ പാപ്പാ. ജോക്കി വിളിച്ച കേട്ടോ. എന്താ ഇവിടെ കള്ളട്ട സുഖമാണോ? എന്റെ പൊന്നപ്പാപ്പ നമ്മുടെ കമ്പനിക്കാരനാണ്. ഇയാൾ എന്തോ കള്ളക്കുട്ടാന്ന് വിളിച്ച ഉടനെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ മാറിയോന്ന് അറിയത്തില്ലല്ലോ. അയ്യേ ഇജാതി ഊള തമാശയും കൊണ്ടല്ലാതെ നിങ്ങൾക്കൊന്നും വേറെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു വയസ്സായവർ തമ്മിൽ അടിയായിക്കോട്ടെ. നമ്മളെ അതിനിടയ്ക്ക് എന്താ അഭിപ്രായം പറഞ്ഞാലും രണ്ടുപേർക്കും വിഷമം വരും. തൊടാക്കേറി പിടിച്ച കാര്യമൊക്കെ നമുക്കറിയാം. ഡിഫറെന്റ്. പിന്നെ അല്ലാതെ പോയപ്പോ ഒരു സർവർ കൊണ്ടല്ലേ പോയത്. ഇയാളങ്ങോട്ടിരി പറക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാ വേണ്ട പോട്ടെ സാരമില്ല. നിങ്ങൾ ഏതാ നോക്കുന്നേ? നമ്മള് എടാ റാഞ്ചോ സിപ്രസ് നല്ലതാ. ഇല്ല പാപ്പ റാഞ്ചോ മതി. ഹലോ ഇനി നമുക്കൊരു 3-4 ഡ്രൈവ് റാഞ്ചോയിൽ അടിക്കാം. ഓക്കെ ഞാൻ വേറെ ഗ്യാങ്ങിന്റെ ഡ്രസ്സിൽ വന്ന് മണി ഡ്രപ്പ് ഞാൻ തന്നെ വിളിക്കായിരുന്നു അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ തുടങ്ങാം. ഓക്കെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ചേംബറിൽ ഹിൽസ് അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഹലോ കേൾക്കുന്നുണ്ട്. ഒരു മണി ഡ്രപ്പ് വിളിക്കും. ഏതൊക്കെ ടർഫാന്ന് പറയാവോ? വെയിറ്റ് റാഞ്ചോ T47 ഹോൾഡ് ചെയ്യുന്നത്. അതല്ല ഇന്ന് ഓപ്ഷന് ടോട്ടൽ എത്ര ടർഫ് ഉണ്ടെന്ന്. വാസുട്ടാ ആ നമ്മളേതാ വിളിക്കുന്നേ? റാഞ്ചോ കേട്ടില്ല. നമ്മളെ അപ്പ ഇന്നലെ നമുക്ക് കിട്ടിയതല്ലേ ഉള്ളൂ. അതെ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ?
അത് നമ്മുടെ ലേറ്റ് ആയിരുന്നു. ഞായറാഴ്ച തീരേണ്ട സാധനമാണ് എക്സ്റ്റെൻഡ് ആയി നീട്ടി ചൊവ്വാഴ്ച ആയത്. അപ്പൊ ഈ ഇതും കൂടെ എക്സ്റ്റൻഡ് ആയിക്കൂടായിരുന്നു. കിട്ടി കഴിഞ്ഞ ഉടനെ കയ്യിൽ നിന്ന് പോയല്ലേ? നടക്കേണ്ട ഓപ്ഷനാ ജോക്കി. ഇല്ല, കിട്ടി കഴിഞ്ഞ ഉടനെ പോയല്ലേ? പോയെന്നോ? എങ്ങും പോയിട്ടില്ല ജോക്കി. അങ്ങനെ ധാരണയില്ലേ? ഞാൻ വരാം, കുഴപ്പമില്ല. അതല്ലേ എന്റെ ഒരു ഫ്രണ്ടിനെ കുറച്ച് കാശ് കിട്ടാൻ കേട്ടു നിങ്ങളുടെ ഓപ്ഷന്റെ കൊടുത്തില്ല. ടർഫ് ആക്ടിവിറ്റീസ് കൊണ്ടുവരുവാണ്. എനിക്ക് അറിഞ്ഞൂടാ, അത് ഇവരുടെ കാര്യമാണ്. അത് ടർഫ് ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ. കാരണം ടർഫ് ആക്ടിവിറ്റി വന്നാലേ ഒരു രസമുള്ളൂ. കാരണം നിങ്ങൾ ഓർമ്മയില്ല പണ്ട് പൈസ എടുക്കുന്നത്, കട്ട് ചെയ്യുന്നത്, എന്ത് രസമായിരുന്നു മണി ടർഫിലെ ഗ്രൈൻഡിങ് ഒക്കെ. അതുപോലെ മറ്റേ മെത്തും ഇതെല്ലാം കുക്ക് ചെയ്യണ ഇതും എന്ത് രസമായിരുന്നു അറിയാം. നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ചൊക്കെ നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അവനോട് പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ സജഷനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഗൈസ് നമ്മളിത് വിചാരിക്കുന്ന പോലല്ല കേട്ടോ. ഇവര് പഴയ ടർഫിൽ പഴയ സിറ്റിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞ് പുതിയതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊക്കെ ഡിഫറെന്റ് സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ മാച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എനിക്ക് ഇതിന്റെ ഡെവലപ്മെന്റ് സൈഡ് എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായോ? വാട്ട് ഈസ് ഓസി? ഓസി എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ക്യാരക്ടർ എന്നാണ്. ഇത് ആർപിക്ക് പുറത്തുള്ള കാര്യം. അല്ലല്ലേ ഒരു സീറ്റ് വെറുതെ കളയണ്ടല്ലോ. ദേവകുട്ടി വന്നില്ലേ? നമുക്കൊരു വാറുണ്ട് അപ്പൊ അവര് അതിന് റെഡി ആക്കി. ആരുമായിട്ടാ? നമ്മുടെ ടെർഫ് ഏതൊക്കെയാന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ ആർക്കറിയാത്ത? ചേംബറിൽസ്, റാഞ്ചോ, ഡേവിസ്, മണി ടർഫ്, സൈഫർ ഫ്ലാറ്റ്, എന്തോ ആ സാധനം. പിന്നല്ലാതെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതൊന്നും? അതിന്റെ പോണം മിസ്റ്റർ, അറിയില്ലെങ്കിൽ. നമുക്കുള്ള ടെർഫ് 5 ടെർഫാണ് ടോട്ടലുള്ളത്. ഫസ്റ്റ് ടെർഫ് ചേംബറിൽ ഹിൽസ്, സെക്കൻഡ് വൺ പ്രസ് ഫ്ലാറ്റ്, ജേഡ് ഈസ്റ്റ് 5, റാഞ്ചോ, ഡേവിസ്. ഇതാണ് ടോട്ടൽ 5 ടെർഫ്. റെഡിയോ? കേൾക്കാവോ? ഹലോ, റെഡി ഉള്ളവർ മൈക്കോളാക്കിട്ട് പറ. മൈക്കോളാക്കി തന്നെയാണോ പറഞ്ഞത്? നെയിമും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവിടെ ജോക്കിയാണ് കേട്ടാ. ആ അല്ല ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോ. ഇയാളത് ഉറക്കം സംസാരിക്കുന്നേ. എനിക്ക് രഹസ്യം പറയാറിയാളോട്. എമർജൻസി പ്ലേ കണ്ട് ഞാൻ നോക്കിയിടാ. നോക്കി ഇനിയിപ്പോ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അവർ റിജക്ട് ചെയ്തു ഓൾറെഡി. ഇതിന്റെ കൊണ്ടവരാണ് തീരുമാനിക്കേണ്ടത് അടിക്കണോ വേണ്ടായോന്ന്. അവര് ഡ്രോപ്പ് ചെയ്തു. ഇനി നമുക്കൊന്നും പറയാനില്ല അതിനകത്ത്. നമ്മുടെ രഹസ്യം കേൾക്കുന്നു. ശരി സ്റ്റാർട്ട് ചെയ്താലോ? ചേംബർ ഹിൽസ് ആണ്. ചേംബർ ഹിൽസ് ഡിഫെൻഡ് ചെയ്യുന്നത് KV ആണ്. KVയുടെ സ്വന്തമായിട്ടുള്ള ടെർഫ്. നമുക്ക് സ്റ്റാർട്ട് വിത്ത് 5 പോയിന്റ്. 5 കാർഡ് തിരിച്ചു തുടങ്ങാം. 14K7, EV8, 8, Theory 10, Theory 10, 14K11, ഞാനിവിടെ വിളിക്കട്ടെ. അപ്പൊ ഞാനിവിടെ വിളിക്കട്ടെ. KG12, T12, വെറുതെ നന്നായിട്ട് മൊക്കോട്ടിരിക്കുന്ന സൈക്കിളില്ലേ? ഞാൻ വിളിക്കുന്നുണ്ടോ? അവള് വേറെ നിങ്ങളേതാ എടുക്കുന്നേ നോക്കുന്നേ? KG12 ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, TBS 13, TBS 13, TBS 13, TBS ആണ്. TBS ഈ MRG അപ്പാപ്പൻ എന്ന് പറയുന്നത് പണ്ട് HF ഉണ്ടായിരുന്ന ആ പുള്ളിയാണോ? വേറെ ആരെങ്കിലും? ആ പുള്ളിയാണോ? ആ അപ്പാപ്പനാണോ? അല്ലല്ലോ, അങ്ങനെ ഒരു അപ്പാപ്പില്ല. HF ഒരു അപ്പാപ്പൻ ഉണ്ടായിരുന്നല്ലോ ഉള്ളേ? HF ഒരു അപ്പാപ്പൻ ഉണ്ടായിരുന്നു. ആ ഉണ്ട്, HF ഒരു അപ്പാപ്പില്ല. നമ്മള് മറ്റേ ഗ്യാങ് ഹൗസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി. മറ്റാരെങ്കിലും? ഇത് പുതിയതാ? ഓക്കെ എല്ലാം ചോദിച്ചേ, എനിക്ക് അറിഞ്ഞൂടാ. TDS 13,
first call. TBS 13 second call. 14. Okay, TBS 15. എടാ ബാലൻ അപ്ഡേറ്റ് അവിടെ അവ ഇന്ന് വാറ് കളിക്കാൻ വേണ്ടി ലൈനപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പേര്. അവ ഇന്ന് പ്രിവാറിനും വാറിനും പേരിട്ടിട്ടാ പോയത്, ഇന്നുണ്ടായിരുന്നു. Okay, TBS 14 first call. TBS 14 second call. VNV 15. VNV 15. കോളി ആണ് പെട്ടെന്ന് കോൾ ചെയ്താൽ നമുക്ക് അടുത്തടുത്ത ടെർഫ് കോളിങ്ങിലോട്ട് പോവാം. TBS 16. VNV വിളിച്ചതാ. TBS 16. TBS 17. ആരാണ്? VNV. Okay, VNV 17. എനിക്ക് കോളാലേക്ക് ചിരി വരണം. TBS 18. TBS 18. 13 പമ്പ് ചെയ്ത് അവിടെ കേറ്റി വിട്ടല്ലേ നീ. TBS 18. TBS 18 first call. തലയിരിക്കും TBS 18 second call. തലയിരിക്കും. VNV 19. നിങ്ങൾ വിളിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ടെർഫിലോട്ട് പോയായിരുന്നു. VNV 19. സമയം തരൂ, നമുക്ക് ചിന്തിക്കണ്ടേ എത്ര കാർഡുണ്ടെന്നൊക്കെ നോക്കട്ടെ. ഓക്കെ ഷോ. VNV 19. ഓക്കെ കേശവനാ. ഓക്കെ ഷുഗർ VNV 19. VNV 19 first call. VNV 19 second call. Okay, VNV 19 third call. Okay, VNV അലോട്ട് ചെയ്തിരിക്കുന്നു. VNV കാർഡ് ഗാർഡ്സിനെ ഏൽപ്പിക്കുക. AV versus VNV. ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കാർഡ്? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ടെർഫിലോട്ട് പോവാം. ബാക്കിയുള്ള ഗാങ്സിനെ ഒന്നും മേടിക്കും. ഫ്ലാറ്റ് ആണ്. TDS ആണ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നത് കറന്റ്ലി. സ്റ്റാർട്ടിംഗ് വിത്ത് 5 10. Okay, 10. Okay, 15. 15 Tokyo 15. Typically super flight. സൈപ്രസ് ഫ്ലൈറ്റ്സ്. GNR 17. GNR 17. പോയി 18. കഴിയല്ലേ അത് സത്യം. പോയനെ Okay, 20. Okay, 20 first call. Tokyo 20. 17 കാർഡ് 19 കാർഡങ്ങ് തരട്ടെ. ആണ്. Tokyo 22. TPA 21. Tokyo 22. ചിരി വരുന്നത്. TPA 23. നീ അല്ലടാ അവരെ കറണ്ട് കളഞ്ഞ്. TPA 25. TPA 25. Tokyo 30. Tokyo 30. TPA 40. TPA 40. 40. ഇനി നഷ്ടം, ഇനി വിളിച്ചത് നഷ്ടം കേട്ടോ. നഷ്ടമൊന്നുമില്ല, നമ്മള് 70 കാർഡിനൊക്കെ അടിച്ചെടുത്ത്. കാർഡില്ലല്ലോ. കാർഡ് വേണ്ട ഞങ്ങളുടെ കയ്യില്. TPA 40 first call. ഞാനൊന്ന് പയ്യെ സംസാരിക്കണു. TPA 40 first call. എൽദോ പറഞ്ഞോ. TPA 40 second call. ഇല്ല. 45. എവിടെയാണ് വിളിച്ചു ആരാ 45 വിളിച്ച്? Tokyo 45. ജോക്കിയോ? എടുക്കണേ. Tokyo 45 മോനെ first call. KSCB അടിക്കണം. TPA 50. അടിച്ചേ പറ്റൂ. Tokyo 51. ഇതാരെങ്കിലും അയച്ചോട്. Tokyo 51. TPA 52. TPA 52. 50 സൈപ്പർ ഫ്ലാറ്റിന് ഇത്രയും ഡിമാൻഡോ? TPA 52. TPA 52 first call. 52 TPA 52 second call. Tokyo 53. Tokyo 53. TPA 54. TPA 54.
54 ഫസ്റ്റ് കോൾ 55 ടോക്കിയോ 55 എന്തിനു വിളിയാണ് വിളിക്കുന്നത് എല്ലാരും? ടോക്കിയോ 55 ഫസ്റ്റ് കോൾ TPA 56 TPA 56 MRC വന്നപ്പോ TV KVA ഗേ കപ്പിൾ സൈലോൾ കാർലോ ഉമ്മ 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 കാർലോയെ കെട്ടിപ്പിടിച്ച് ഉമ്മ. anyone 56 second call 58 Tokyo 58 അപ്പൊ വേണ്ട TPA 60 Tokyo 61 Tokyo 61 റെക്കോർഡുകളല്ലേ Tokyo 60 നമുക്ക് വേണ്ട നമുക്കത് വേണ്ട. 70 വിളിക്കട്ടെടാ. ജോഗി TPA 62 62 നമ്മുടെ എത്ര ആയിരുന്നു സ്റ്റോപ്പ്? 80 TPA 62 first call നമ്മുടെ എത്ര ടോപ്പ് 80 അല്ലായിരുന്നു? TPA 62 second call anyone ഞാനോർത്ത് വിളിക്കാൻ പോന്നിട്ട് എണീറ്റിട്ട് anyone okay TPA 62 third call വേണ്ട TPA ക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. TPA കാർഡ് ഗാർഡ്സിനെ ഏൽപ്പിക്കാവുന്നതാണ്. റാഞ്ചോ കൺട്രോൾ ബൈ T47 ആണ്. പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് 5 TVA 10 TVA 10 TVA 15 TVA 15 15 15 TVA 20 TVA 25 TVA 30 വിളി ഓറപ്പിൾ 50 വിളി TVA 40 TVA 40 TVA 40 TAD 41 TVA 45 TVA 45 TAD 46 TVA 50 46 TVA 50 അഞ്ചിന്റെ കണക്ക് മതി അത്രേ ഉള്ളൂ ഡബ്ല്യു TAD 51 TVA 60 TVA 60 ഡബ്ല്യു 61 TVA 65 61 TVA 65 TAD 66 TVA 66 TVA 70 20 TAD 71 TVA 75 TVA 75 ഇത് കേറ്റി ചാത്തി കൊടുത്തു മാർക്ക് കേട്ടോ. ഞങ്ങക്ക് വേണ്ട വിട്ടേക്ക് TAD 76 വിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ തൊട്ട് മുമ്പത്തെ എടുക്കത്തില്ലേ? അല്ല അവര് അടുത്ത ആള് 76 ഇനിയില്ല. TAD 76 ഫസ്റ്റ് കോൾ ആരെല്ലുണ്ടോ? TAD 76 അവരോർത്തെ TV അല്ലേ ഓർത്ത് വിളിച്ചാട്ടോ. നമുക്ക് അത്യാവശ്യം കളിക്കാം. കടം മേടിച്ച് കൂട്ടണ്ടല്ലോ. നമുക്ക് തൽക്കാലം ഉള്ളത് TAD 76 സെക്കൻഡ് കോൾ ടർഫ് കൺട്രോൾ ആണ്. കൊടുത്തു ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കേട്ടായിരുന്നു അവിടെ പറയുന്നത്. റേഡിയോ സൈലന്റ് ആയിട്ടിരിക്കേണ്ടതാണ്. റേഡിയോയില് കോൾ അല്ലാതെ വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഫൈൻ. ഓ ശരി സാർ. ആ സാറിന് വിളിച്ചാരാണ്? സാറിന് വിളിക്കണ്ട. JP ജെയിംസ് പാറ്റ്. ഓക്കെ JP റെഡിയായിട്ടോ. 76 ഗാർഡ്സിന്റെ കാർഡ് കൊടുക്കാന്നാണ്. ഓക്കെ അപ്പൊ പിന്നീട് പിടി. വലിയ ബാധ്യതയാവൂടാ അത്. 75 കാർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബാധ്യതയായിപ്പോ. അവർക്ക് അടുത്ത വട്ടം ഈ കാർഡ് കൊടുക്കുകയും വേണം. നമുക്ക് അടുത്ത ഓപ്ഷന് ഇത് വിളിക്കാനുള്ള പോയിന്റ് സെക്യൂറും ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതയാണ് നമുക്ക്. GVA സൈഡിൽ നോക്കി കഴിഞ്ഞാൽ 80 ഇത്രയും പോയിന്റ് ഒന്നും ഞാൻ പോകുന്നു വിചാരിച്ചില്ല. കാരണം T47 വെച്ച് വളരെ കുറച്ച് പേര് ആരെങ്കിലും ഒരാളെ വിളിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരുന്നത്. ഞാൻ മാക്സിമം ഒരു 50 കാർഡ് വരെയൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ്. ഇതിന്റെ അപ്പുറത്തോട്ട് പോയാൽ നമ്മുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ അത് ഭയങ്കര
ഇതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയും ഗ്രൈൻഡ് ചെയ്യാൻ ഇത്രയും പ്ലേയേഴ്സിനെ ആക്റ്റീവ് ആക്കി കൊണ്ടുവന്ന് ഈ കാർഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് KVയുടെ കയ്യിൽ നിന്ന് ഇൻ കേസ് ഒരു ടർഫ് പോയാൽ സ്റ്റാർട്ടിംഗ് വിത്ത് 5 വേണ്ട ഇൻകെ 10 എൽദോ നോ നോ ഇതിപ്പോ ഏതാ വിളിക്കുന്നത്? വെറുതെ ഇത് നമ്മുടെ ഈശോയാണോ വിളിക്കുന്നത്? EVX 30 EVX 30 EVX 35 35 EVX 35 35 ഫസ്റ്റ് കോൾ ഡേവിസ് ആണല്ലേ? നമുക്ക് നോക്കാം നമ്മുടെ താരം വിളിക്കുന്നത് സെക്കൻഡ് നോക്കാം. കോൾ ഒറ്റയ്ക്ക് വന്നിരുന്നത് എല്ലാ ഓപ്ഷനും വലിയ EVX 35 തേർഡ് കോൾ ഓക്കെ ഇവെക്സിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവെക്സ് ഗാർഡ്സിനെ ഏൽപ്പിക്കാം. ഉള്ളത് നിങ്ങൾ കമന്റ് എന്താ റിഫ്രഷ് ആവാത്ത എനിക്ക്? അടുത്ത ടെസ്റ്റിലോട്ട് പോകാം. അടുത്ത ടെസ്റ്റ് ഈസ്റ്റ് 5 കൺട്രോൾ ബൈ TVA സ്റ്റാർട്ടിംഗ് വിത്ത് 5 വാ ഈസ്റ്റ് 5 സ്റ്റാർട്ടിംഗ് വിത്ത് 5 ആരാണ് വിളിച്ചത്? ചുമ്മാ വിളിച്ചാലോ കഴിച്ചായിരുന്നു ആണോ ഞങ്ങൾ വിളിക്കട്ടെ ധൈര്യമായിട്ട് വിളിച്ചോടാ. 15 അടി കൊണ്ട് തൂറുമ്പോ പിടിക്കും. ചുമ്മാ പറയണ ചുമ്മാ ജോഗി ചുമ്മാ പറയണ. പറയുന്നില്ലേ മോട്ടിവേഷൻ. കേട്ടാ പോയി AG 18 ഇനി വേറെ കൊടുക്കട്ടെ വിളിക്കടാ എൽദോ അങ്ങോട്ട്. അല്ല നിങ്ങളൊരു 10 കാർഡ് തരുവാ നിങ്ങൾക്ക് നിങ്ങൾ വിളിക്കാം. 20 താല്പര്യമില്ല. AG 22 AG 22 അമ്മമാര് ഒന്നും വിളിക്കില്ലടാ ഒരു ടർഫും വിളിക്കില്ല. AG 22 ഫസ്റ്റ് കോൾ AG 22 സെക്കൻഡ് കോൾ TBS 23 TBS 23 TBS ആണോ? TBS സോറി TBS 23 അവന്റെ ഒരു കോൺഫിഡൻസ് 23 വിളിക്കടാ 23 ഫസ്റ്റ് കോൾ വിളിക്കണില്ലടാ. ഇല്ലടാ ഒന്നോട്ട് 23 സെക്കൻഡ് കോൾ എനിവൺ എൽസ് സിമ്പിൾ AG 25 അപ്പാ T47 26 ഗാങ് റോള് കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ കണ്ണാപ്പേക്കാളും വലിയ പോകുന്ന എനിക്ക് തോന്നുന്നു. 47 26 ഏഷ്യൻ എല്ലാരും ഒന്ന് കണക്റ്റിട്ട് റെഡി ആയിട്ടില്ലേ? T47 26 വേറെ ആരും ഇല്ലടാ വിളിക്കാൻ. anyone else T47 26 first call ഇത് വിളിക്കുന്നുണ്ടോ നമ്മളാരും? T47 26 second call ഞാൻ ഓർത്തേ ഉള്ളു അവരൊന്നും വിളിക്കാത്തത് വിളിക്കുന്ന ആവശ്യം. വെറും 26 കാർഡിന് കിട്ടിയടാ അമ്മമാർക്ക്. ഇതിന് റെഡി അത് ഇറങ്ങിക്കാറുന്നു അല്ല പേടിയാണെന്നോ? അയ്യോ TG sorry TG അല്ലായിരുന്നോ? സോറി T47 27 third call ഉറപ്പിച്ചിരിക്കും. ഓക്കെ T47 അലോട്ട് ചെയ്തിട്ടുണ്ട്. 27 കണക്ട് ലെറ്റ്സ് ഗോ. കാർഡ് സ്ക്വാഡിനെ ഏൽപ്പിച്ചിട്ടാ. എത്രയ്ക്ക് വിളിച്ചേ? 27 നിങ്ങളൊക്കെ 27 കാർഡിനൊക്കെ ഈ ടർഫ് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞ പക്ഷെ ഭയങ്കര കാർഡ് വേണ്ടേ? കാർഡ് വേണ്ടി 27 കാർഡില്ലേ നിങ്ങളെ?
എന്നാ ആകെ 17 കാർഡ് കൊണ്ടാ വന്നത്. പോയിട്ട് ഒരു 10 കാർഡ് ചോദിച്ചിട്ട് നമ്മൾ തരത്തില്ലായിരുന്നോടാ. ചോദിച്ചാണ് അമ്മൂന്റെ അടുത്ത് വന്ന്. പക്ഷെ 20 കാർഡായിട്ട് തിരിച്ചു തരേണ്ടി വരും. അത് വിജയം കുഴപ്പമില്ല. അവിടെ പോയിന്റ് നല്ല രസമുള്ളൂ. രണ്ടിനടിച്ച് ഓടി. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിച്ചെടുക്കുമ്പോഴെല്ലാം ഒരു രസമുള്ളൂ ഗൈസ്. ഇപ്പൊ ടർഫ് ഹോൾഡ് ചെയ്തേക്കുന്ന ഗ്യാങ്സ് പോവല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ മീറ്റ് ചെയ്തൊരു കാര്യം. യെസ് ഷുവർ ഷുവർ. നമുക്ക് കേക്കേ ആദ്യത് എവിടെ ടർഫില്ലാത്തവനൊക്കെ പോവാം. ഇറങ്ങടാ സൂര്യനാരാ ചീഫ് പൊടിച്ചത് ഇറങ്ങടാ. ആ ചോക്കി പറ. അതെ ടർഫ് ഉള്ളവരിക്കാൻ പറ. നമ്മൾ ടർഫ് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. ഹോൾഡ് ചെയ്യാത്ത ബാക്കിയുള്ളത് പോകാം. ടർഫ് ഹോൾഡ് ചെയ്തവർ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമുക്ക് കാർഡ് കൊടുക്കാറില്ല. അതെ 27 കാർഡൊക്കെ അവന് കിട്ടിയത് അപ്പിക്കൊക്കെ കിട്ടിയില്ലേ. അവന്മാർ കുറച്ചുകൂടെ ഇതാക്കായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാറ് പൈസ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കായിരുന്നു. ഡിസ്കണക്ട് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്നവർ മാത്രമല്ല നമ്മൾ ടർഫ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് T40 ടർഫ് ഉണ്ടല്ലേ. ആ ശരിയാ മറ്റേതുണ്ടല്ലേ. നല്ല ടപ്പാണ്. ഇതൊക്കെ ചുമ്മാ ഇൻഗെയിം ട്രിഗർ ചെയ്യണമല്ലടാ. ഇവിടാ ചില്ലവിടാ. ഇതൊക്കെ നമ്മള് ട്രിഗർ ചെയ്യണമല്ലേ. ഇതൊക്കെ വള്ളിയല്ലേ. ഞാൻ വല്ലപ്പോഴൊക്കെ ഓരോ വള്ളിയൊക്കെ എടുക്കട്ടെ. ഇതിപ്പോ ടർഫ് മാത്രമേ വരുന്നുള്ളൂ. സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. ഇതിന് എന്ത് പറയാനാണ് തമ്പുരാൻ അറിയാം. ഹോൾഡ് ചെയ്തവരല്ലാതെ ബാക്കി റേഡിയോയിൽ ആരെങ്കിലും ഉണ്ടെന്ന് ഡിസ്കണക്ട് ചെയ്യുന്നത്. ഫുഡ് എനിക്കൊരു സജഷൻ പറയാനുണ്ടായിരുന്നു. ഹലോ റേഡിയോ പറയാനുള്ളതാണോ? ആ അതെ 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 പറഞ്ഞു. ഓക്കെ. ഈ ടർഫിന് ഗ്രൈൻഡിങ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. നമുക്ക് നോക്കാം. ഇപ്പൊ കറന്റ്ലി നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണോ ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ? അതെ. ഓക്കെ. ഇതിപ്പോ ടർഫ് തുടങ്ങിയിട്ട് മാസം 6 ആയി. നിങ്ങൾ ഇത് നമുക്ക് എന്തേലുമൊക്കെ തരണം. അല്ലാതെ ഇതിപ്പോ നിങ്ങൾ കാത്തിരുന്ന് വേറെ ഇറങ്ങി ചെയ്യാനാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കാൻ നിങ്ങൾ ടർഫ് ഹോൾഡ് ചെയ്തല്ലോ. ഒന്ന് റേഡിയോ ഡിസ്കൗണ്ട് കഴിക്കൂ. വേണ്ട വെറുതെ എന്തിനാ. കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തപ്പോ ഈ പ്രാവശ്യം റിവാർഡ് തരാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. റേഡിയോ ഡിസ്കണക്ട് ചെയ്യണേ. ഫ്രണ്ട്സ് ആവുന്ന അമ്മാര് സംസാരിക്കൂല ഗൈസ്. അമ്മാരെ സംസാരിക്കൂല. എനിക്കറിയാലോ അമ്മാരെ സംസാരിക്കൂല. ഞാൻ എന്നിട്ട് എന്റെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ടാണ് ടൂർണമെന്റ് വിളിക്കാൻ ഞാൻ പോയത്. ഓർമ്മയുണ്ടോ നിങ്ങക്ക്? മാമനെ മറ്റമ്പീന്ന് വിളിച്ചു പോയി. എന്താ കഴിക്കണേ? ഗ്രേപ്സ്. ഞാൻ എല്ലാ വട്ടം ഇങ്ങനെ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചുമ്മാ കഴിച്ചോണ്ടിരിക്കും. അത് ടോർക്കാണ്, പാവമാണെന്നോ? അത് ടോർക്കാണെന്ന് എനിക്കറിഞ്ഞൂടെ ആരാന്നത്. റേഡിയോ ഇറങ്ങണേ. ഹലോ MRC കൗണ്ട് ഈ നോക്കിട്ട് എന്തിനാ കൈ സിറ്റുവേഷൻ ഡ്രോപ്പ് ആയി.
അവരെല്ലാം പോയി. ഹലോ ഹലോ റേഡിയോ സംസാരിക്കാൻ കേൾക്കുന്നില്ലേ? എത്ര പേരേ ഉള്ളു? 1 2 3 4 5 6 7 പേരേ ഉള്ളവര്. റെസ്പെക്ട് ചാറ്റണ്ടാ. നമ്മൾ ടെർഫ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഐ തിങ്ക് ഒരു 6 to 7 months ആയി കാണും നമ്മൾ ടെർഫ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതുവരെ നിങ്ങൾക്ക് റിവാർഡ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മൾ പറയാൻ വേണ്ടിയാണ് ഇപ്പൊ നിങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളൊരു ഷോപ്പ് കൊണ്ടുവരുന്നുണ്ട്, ഗൺ ഷോപ്പ്. മീൻവെൽ സിറ്റിയിൽ സുലഭമായിട്ട് കിട്ടാത്ത ഗൺ, അതായത് സ്പെഷ്യലി ഫോർ ഗാങ്, അത് അതിനെ കുറിച്ച് പറയാനാണ്. അതായത് നമ്മള് നിങ്ങൾക്ക് ഇത്ര നാൾ ടെർഫ് ഹോൾഡ് ചെയ്ത എത്ര ദിവസമാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗണ്ണ് മേടിക്കാനുള്ള പോയിന്റ്സ് ആ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഷോപ്പിൽ നിന്ന് ഗണ്ണ് വാങ്ങിക്കാം. ആ ഗൺസ് എന്ന് പറയുന്നത് നോർമൽ സിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഗൺസ് ആയിരിക്കില്ല, ഇമ്പോർട്ടഡ് ഗൺസ് ആയിരിക്കും. ആ ഗൺസ് നിങ്ങൾക്ക് ഗ്യാങ് സിറ്റുവേഷൻ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗ്യാങ് ഗൺസ് ആയിരിക്കും. അത് പുറത്ത് സെയിൽ ചെയ്യാനോ ടെർഫ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇപ്പൊ കറന്റ് ഉള്ള ഇൻഫർമേഷൻ ഇതാണ്. അതായത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ഒരു സംഭവം നമ്മള് കഷ്ടപ്പെട്ട് അടിച്ച് വല്ലവരായിട്ട് വഴക്കുണ്ടാക്കി പോയിന്റ്സ് നേടി നമ്മൾ വാങ്ങുന്ന ഒരു സാധനം, എന്റെ ID 999. അത് നിങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്? അത് പുറത്ത് വിൽക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഗ്യാങ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി. അത് മനസ്സിലായി. നമുക്ക് ഉപകാരമില്ലെങ്കിൽ നമുക്ക് വിൽക്കുന്നതുകൊണ്ട് അതിൽ നമുക്കിപ്പം ഒരുപാട് വാറകൾ ഇതൊക്കെ നമ്മൾ ജയിക്കുമ്പോഴേ നമുക്ക് ഈ ഗണ്ണിങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കും. അപ്പം നമുക്കിങ്ങനെ 1 2 കൊടുക്കാൻ തോന്നി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. ശരിയാണ്. അല്ല, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതില് സ്നൈപ്പറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓൺലി എയർ ഓൺലിയാണ്. ചോദിച്ചോട്ടെ ജെപി, ഈ രണ്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗണ്ണും ഈ പുതിയ ഗണ്ണുമായിട്ട് എന്തൊരു വ്യത്യാസമുണ്ട്? ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഡാമേജ് ആൻഡ് പവർ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കിട്ടാനല്ലേ നോക്കത്തുള്ളൂ. സിറ്റിസൺസിന് നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, സെയിൽ ചെയ്യാൻ പാടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയുടെ ക്രൈം റേറ്റ് കൂടും. നിങ്ങൾ തന്നെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ തന്നെ ചോദ്യം അത് ഇല്ലീഗൽ ഗൺസാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് ചോദിക്കുന്നത്. ഡാമേജ് അതും കൂടുതലാണ്. ഇല്ല ഗൈസ്, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു കേക്ക്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഗൺസ് കിട്ടാൻ വേണ്ടി കൂടുതൽ ഗ്യാങ്സ് ആക്ടിവിറ്റി കൂട്ടും, ടർഫ് ഗ്രൈൻഡ് ചെയ്യും, ടർഫ് അടിച്ച് നോക്കാൻ അവർ പ്ലാൻസ് ഇടും, ടർഫിന് ടൈം സ്പെൻഡ് ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. കോമ്പറ്റീഷൻ കൂടത്തേ ഉള്ളൂ, അല്ലാതെ അത് ശോകം ആവില്ല ഒരിക്കലും. അതെങ്ങനെ അൺഫെയർ ആവുന്നേ? ഇതെങ്ങനെ അൺഫെയർ? ഒരിക്കലും അൺഫെയർ ആവത്തില്ല. അത് സിറ്റിയിൽ കൂടുതൽ ഗ്യാങ്സ് ടർഫിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടിച്ചെടുക്കാനേ നോക്കുള്ളൂ. മനസ്സിലായി? ഇന്ന് തന്നെ നോക്ക് നിങ്ങള്, ഇന്ന് ടീഫേഴ്സിന് വെറും 27 കാർഡിലാണ് അത് കിട്ടിയത്. നമ്മുടെ 27 കാർഡിന് മുകളില് ഇവിടെ ഇരുന്ന കുറെ ഗ്യാങ്സിന്റെ കയ്യിൽ കാർഡുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? ഫാമിലി അല്ലാത്തവര് കുറെ എണ്ണം സിറ്റിസൺസിന് ഗണ്ണ് വെക്കുന്നു. അതിപ്പോ കറന്റ് നിങ്ങൾക്ക് കൺസ്യൂമർ കിട്ടുന്ന ഗൺസ് അല്ലേ, അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് അന്വേഷിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സജഷൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ ഗൺസ് വെളിയിൽ പോകുന്ന കാര്യമാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾ ഓരോ ഗ്യാങ്സിന് ടർഫ് അടിച്ച് മേടിക്കുന്ന ഗ്യാങ്സിന് അവരുടെ സീരിയൽ നമ്പറിൽ ടർഫിന്റെ ആദ്യത്തെ, അല്ല നമ്മുടെ ഗ്യാങ്ങിന്റെ ആദ്യത്തെ 3 അക്ഷരം അങ്ങനെ വല്ല ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാവൂലേ? അപ്പൊ ആരുടെ കയ്യിൽ നിന്നാണ് വെളിയിൽ പോയെന്ന് അറിയാലോ. നമുക്ക് അതിന്റെ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. നടക്കത്തില്ല. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സ് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഗ്യാങ് സീരിയൽ നമ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല ഗൈസ്, അതാണ് പ്രശ്നം. സീരിയൽ നമ്പർ എനിക്ക് തോന്നുന്നത് അത് ഓട്ടോമേറ്റഡ് ആണെന്ന്, ഇതിനകത്ത് ഗൺസിന്റെ അത് നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ നോക്കാം. പറയാണ്, നിങ്ങൾ ഈ ഗൺസ് ഒരിക്കലും നിങ്ങളുടെ ഗ്യാങ്സിന്റെ കയ്യിൽ സിവിലിയന്റെ കയ്യിൽ ഇട്ടാൻ പാടില്ല. ഓക്കെ ഓക്കെ. കിട്ടാത്ത ടർഫിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഇതല്ലാതെ ഈ ടർഫില് കേക്കാവോ? ഹലോ, ഞാൻ പറഞ്ഞത് കേക്കാവോ? ഈ ടർഫ് ആക്ടിവിറ്റിയും കൂടി പണ്ടത്തെ പോലെ എന്തെങ്കിലും ഈ ഓരോ ടർഫ്, കാരണം ഇത്രയും എഫേർട്ടും ടൈമും വേസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ടർഫ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്യാങ്സിന് എന്തെങ്കിലും ഗ്രൈൻഡ് ചെയ്ത് അതിൽ നിന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കൂടെ കൊണ്ടുവന്ന കുറച്ചും കൂടെ ബെറ്റർ. അങ്ങനെ ഒരു ടർഫ് ഗ്രൈൻഡിങ് ഓപ്ഷൻ വെക്കാഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാങ്സിൽ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ് എല്ലാം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ചിലത് ജോബുകളുണ്ടായിരിക്കും പുറത്ത്,
അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മടുപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അല്ല അത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് അതല്ല, ടർഫ് ഒത്തിരി ദിവസം ഒരു സിംഗിൾ ഗ്യാങ്ങിന്റെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ. അത് ഹോൾഡ് ചെയ്യുന്നത് അവരുടെ പവറാണ്, അത് വേറെ കാര്യം. ഇപ്പോൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ തന്നെ അതൊരു എഫേർട്ടിൽ കിട്ടുന്ന ഒരു സാധനമല്ലേ. അപ്പം ബാക്കിയുള്ളവർക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതൂടെ വരൂലേ. അപ്പോൾ മൾട്ടിപ്പിൾ ഇപ്പം വെളിയിൽ നിന്നാണ്, ഇപ്പം എക്സാമ്പിൾ മണി ഡെഫിനാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ബ്ലാക്ക് മണി വാഷ് ചെയ്യാനും അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ഗ്യാങ്ങിൻ്റെ ഓരോ ടൈമിൽ പോകുമ്പോൾ അവർക്കും അത് അടിച്ചെടുക്കണമെന്നൊക്കെ ഉള്ള ഒരു കോമ്പറ്റീഷൻ കൂടത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ടർഫ് അടിച്ചെടുക്കുന്നവർക്ക് വെറുതെ ഒരു ടെറിട്ടറി എന്ന് മാത്രമല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കൂടെ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടർഫ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ടർഫിൻ്റെ ഏരിയയിൽ പോകുമ്പം ഇന്ന ഏരിയ കൺട്രോൾഡ് ബൈ ഇന്ന ഗ്യാങ് എന്നുള്ളൊരു സാധനം കാണിക്കുന്നില്ല. അപ്പോൾ അതും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാരണം ആ ഒരു ഗ്യാങ്ങിൻ്റെ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് അടിച്ചെടുക്കുന്നതായതുകൊണ്ട് ആ ഗ്യാങ്ങിനൊരു പവർ അവിടെ വരുന്ന ആൾക്കാർക്കും അത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് അവർക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ കാണുന്ന ഒരു ഇതാണ് അവർക്ക്. ഇപ്പോൾ ഇന്ന ഏരിയ കൺട്രോൾഡ് ബൈ ഇന്ന ഗ്യാങ് എന്ന് പറയുമ്പോൾ ആ ഗ്യാങ്ങിൻ്റെ പേരിനും ഒരു ഇത് കിട്ടുമല്ലേ സിറ്റിയിൽ. അപ്പോൾ അതും കൂടി കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമുക്ക് മണി ടർഫില് അത് കൊണ്ടുവരാത്തതിന്റെ കാരണം അത് ഇല്ലീഗൽ ഓപ്ഷനിൽ വരാൻ പോകുന്ന സാധനമാണ് മണി ലോണ്ടറിങ്. ജെപ്പി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പം പുറത്ത് ജോലിയുള്ളവർ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ജെപ്പി ഇങ്ങനെ പറഞ്ഞേ. അപ്പൊ ഈ അനുസരിച്ച് ഓട്ടോ ജനറേറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഇടയ്ക്ക് കളക്ട് ചെയ്തോളാം. പോയി പണിയെടുക്കണ്ടായാലും ഓട്ടോ ജനറേറ്റ് ആയിക്കോട്ടെ, നമ്മൾ കളക്ട് ചെയ്തോളാം. കളക്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ. അല്ല, അവരെ ഓൾറെഡി ഉണ്ടല്ലോ. ടർഫ് നമ്മുടെ സ്വന്തം, നമ്മുടെ ആൾക്കാർ സിറ്റിയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കും. രണ്ട് ടർഫ് കയ്യിലിരിക്കുന്നതിന്റെ അഹങ്കാരം ജോണിയപ്പ പണിയെടുക്കാതെ അതുപോലെ നമുക്ക് ഈ ആഴ്ച അല്ല, നമുക്ക് അടുത്ത ആഴ്ച പിടിക്കാം. എന്നിട്ട് നമുക്ക് 2 ടർഫാക്കാം. അടുത്ത ആഴ്ച ഇല്ല. അപ്പൊ ഇത് ഭയങ്കര ബാധ്യതയായി പോകും. വിളിച്ച ഇനി 2 മതി. അതല്ല, നമുക്ക് ഈ ഇത് ഗ്രൈൻഡിങ് ഇവര് വെക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ ഓപ്ഷൻ വരുന്നുണ്ട് വാസുവിനെ, ബ്ലാക്ക് മണി ഓപ്ഷൻ. മനസ്സിലായോ? അപ്പൊ ഓരോ ഗ്യാങ് ബിസിനസ്സുകൾ കിട്ടും, ഇല്ലീഗൽ ബിസിനസ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ടർഫിന് ഗ്രൈൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാങ്ങുകൾക്ക് ഇല്ലീഗൽ ബിസിനസ് കൊടുക്കാൻ സാധനം. പണ്ടത്തെ പോലെ അതുകൊണ്ടാണ് അതുകൊണ്ടൊരു കാര്യം മാപ്പിൽ കളയത്തോറ അല്ലെങ്കിൽ ടർഫിൽ പോകുമ്പോഴത്തേക്ക് കൺട്രോൾഡ് ബൈ എന്നുള്ളത് കൊണ്ടുവരുന്ന അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? ഹലോ, അത് പറ്റുമെങ്കിൽ മാത്രമേ കൊണ്ടുവരുള്ളൂ. ഏത് ഗ്യാങ്ങാ? ഇപ്പൊ സർക്കിള് കാണിക്കുന്നുണ്ടോ? കേട്ടില്ല. സർക്കിള് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, അത് നമ്മൾ കൊണ്ടുവരാത്തതിന്റെ കാരണം അത് കുറച്ച് കൊണ്ടുവരാം. കാരണം നമ്മുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ്. വേറെ എന്തെങ്കിലും പുതുതായിട്ട് വരാനുള്ള ഇതുണ്ടോ? ലൈക്ക് എന്തെങ്കിലും ബോഗ് അങ്ങനെ എന്തെങ്കിലും? അതുണ്ട്. അടുത്ത ഹോസ്റ്റലാണ് പുള്ളി വോട്ട് പിടിക്കാൻ അതുകൂടെ ഒരു പറയാം. അത് നമ്മൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആയി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫ്രൈഡേ സാറ്റർഡേ അല്ലെ സാറ്റർഡേ വോട്ട് ചോദിച്ചു നോക്ക്, ഒരെണ്ണം തരും എന്തായാലും. പിന്നെ മര്യാദക്കാ ട്രാവലിംഗിലാണ്. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറിയിട്ട് പ്രചാരണത്തിന് ഇറങ്ങണം കേട്ടോ. നമുക്ക് പിന്നെ അല്ലാതെ ജോക്കി ഇനിയല്ലേ നമ്മുടെ ദിവസം. ഇന്ന് സത്യം പറഞ്ഞ ജോക്കി ഇതിന്റെ ഇടക്ക് ഈ അണ്ണാമ്പണ്ണി മരപ്പട്ടി കൊളയട്ടകളൊക്കെ വന്നിട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് കത്തറിയാന് നാളെയാണ് അല്ലെങ്കിൽ സേവ് ചെയ്ത് ഇന്ന് ഞാൻ വരാനേ ഇരുന്നതല്ല ജോക്കി. അതറിയോ? നാളെ കഴിഞ്ഞ സിറ്റുവേഷനിലെ ജോക്കി എനിക്ക് തൽസ ഇടാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അപ്പൊ കുറച്ച് അണ്ണാമ്പണ്ണി മരപ്പട്ടി ചപ്പമോറന്മാരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിറ്റുവേഷനില് മറ്റേ ഇവരായിട്ട് കളിക്കുന്ന സിറ്റുവേഷനിൽ എനിക്ക് പേടിയായതുകൊണ്ട് തത്സമയം ഇടാനാണ്. അതുകൊണ്ടാണ് ഇന്ന് തത്സമയം ഇട്ട് വന്നത്. അതിനുവേണ്ടി വന്നതാ ജോക്കി. അല്ല ഇന്ന് ഞാൻ വരൂലായിരുന്നു, ഞാൻ നാളെ വരത്തുള്ളായിരുന്നു. കുറച്ച് ഗ്യാങ്ങിന്റെ ബുക്കിംഗ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള്. ആണല്ലേ? ഇത് വരും കേട്ടോ, വരും. ഇന്ന് ഇലക്ഷന്റെ സംഭവം എന്തായാലും വരും. നമ്മൾ സെറ്റാക്കി. ബ്രോ MRC സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറ്റില്ല ബ്രോ, ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതല്ലേ. കോൾ ഗോഡ് ബ്രോ. ആ T47 പയ്യന്റെ പേരെന്ത്?
ടോർക്ക് പയ്യനുണ്ടല്ലോ നല്ല രീതിക്ക് സംസാരിച്ചു കേട്ടോ. ആണല്ലേ? ഗുരുത്തുള്ളൊരു പയ്യൻ. എന്നാ ചോദിക്കുക, വോട്ടറോ ചോദിക്കും. വാ ചോദിക്കാം. കണ്ടോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ ഗണ്ണുണ്ട്. ഇപ്പൊ എല്ലാ ആഴ്ചയും കുറെ ഗണ്ണായി കഴിഞ്ഞാൽ നമുക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് പകരം ഇവര് ഓപ്ഷൻസ് ലൈക്ക് മൾട്ടിപ്പിൾ റിവാർഡ്സ്, പിന്നെ ഹീലിംഗ്സ്. നമ്മളെ ഒരു ദിവസം ഗാങ് ഹൗസിലോട്ട് വരുന്നുണ്ട്, എന്നത്തേക്ക് ഫ്രീ ആവും നിങ്ങൾ? എന്നിട്ട് നമ്മുടെ ഈ പോയിന്റ്സ് കിട്ടുന്ന ഡിഫെൻഡ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നില്ലടാ, നിന്റെ സൗണ്ട് ഭയങ്കര മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. ഭയങ്കര കുറവാ. ഗാങ് ഹൗസിലോട്ട് ഒരു ദിവസം വരുന്നുണ്ടെന്ന്, എന്ന് ഫ്രീ ആണ് നിങ്ങൾ? മോനെ നമ്പർ ഇങ്ങോട്ടൊന്ന് എടുക്കൂടാ. ഞാനൊരു അഭിപ്രായം ചോദിക്കാം നിങ്ങളോട്. അതായത് നിങ്ങൾക്ക് ബോഗ് എല്ലാ ദിവസവും 80+ ക്യാൻസലുണ്ട് നമുക്ക്. അപ്പം നമ്മള് ഈ ബോഗ് അല്ലെങ്കിൽ വാർസോൺ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി കണ്ടക്ട് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമോ? അല്ല ടെർഫോണില്ല, നിങ്ങൾ ബോഗ് ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? അതായത് ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. 30 മിനിറ്റ്സ് അല്ല അത് ഈ ബോഗ് എന്ന് പറഞ്ഞാൽ ഇതും ഏരിയ കൺട്രോൾ ആണോ? ഏരിയ കൺട്രോൾ അതിനും എണ്ണം കാണത്തില്ലേ? 4, 5 എന്നൊക്കെ പറഞ്ഞു. ഇൻവെൽ എത്ര ബോഗ് ഉണ്ടെന്നുള്ളതാണോ? ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ റെഡി ആക്കി 7 ബോഗുകളുണ്ട്, 7 ബോഗ്. ഇതിനും കൗണ്ട് കൂടാനാണ് ഞാൻ. അപ്പൊ ഒരു 3 days അല്ലേ എടുക്കത്തുള്ളൂ? ഒരു ദിവസം 3 എണ്ണം വെച്ചൊക്കെ നടത്തിയാലും അല്ലെ 2 എണ്ണം വെച്ച് നടത്തിയാലും കൗണ്ട് ആണ്. ഇപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തെ കാര്യമുള്ളൂ. അപ്പാപ്പനോട് ചോദിക്കും. അയ്യോ അത് വേണ്ട, അപ്പാപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് ടിവിയുടെ സെർവറിനാ. മനസ്സിലായോ? കേട്ടില്ല ഒന്നുകൂടെ പറയൂ. ഇപ്പൊ നമ്മൾ ടെർഫ് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫ്രൈഡേ ഓർ സാറ്റർഡേ, അല്ലെങ്കിൽ സാറ്റർഡേ ഓർ സൺഡേ ടെർഫിനായിട്ട് പോകും. ബാക്കി ദിവസം 5 days ആണ് നമുക്ക് ചോദിക്കാം. പറ്റൂല്ലോ എന്നുള്ള കാര്യം എന്താണ്? റൂള് നോക്കണമല്ലോ. ഓക്കെ ആയിരിക്കും എന്നുള്ളത്. ബോഗിന് ഇല്ല ഇന്ന് അടിച്ച നാളെ പോകും, മറ്റന്നാൾ പോകും, അതിന്റെ മറ്റന്നാൾ അങ്ങനെ അടിക്കാൻ പറ്റും. ഇൻസൾട്ട് ആക്കിയോ? സസ്പെൻഷൻ മേടിച്ചു കൊടുത്താലോ? എടാ വേണ്ട എന്തിനു ശരി, നമുക്ക് ജസ്റ്റ് ചോദിക്കാം. ഞങ്ങള് ഈ വീക്ക് ഒരു ബോഗ് ഉണ്ട്. ഞങ്ങള് ഇന്ന് ബോഗ് ഡിഫെൻഡ് ചെയ്തു. ആ ബോഗ് നാളെ നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ മാറ്റി നടത്തി എടുത്തു. അത് പോലെ തന്നെ അതിനൊരു റൂൾ കൊണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജോണി ഒരു സംശയം ചോദിച്ചോട്ടെ, നമുക്ക് ഒരു ഗ്യാങ്ങിന് എത്ര ബോഗ് ഹോൾഡ് ചെയ്യാൻ പറ്റും? അത് ഇതിന്റെ സജഷൻസ് നമ്മൾ സ്വീകരിക്കുന്നേ ഉള്ളൂ. അതായത് നിങ്ങളുടെ നിങ്ങൾ എത്ര ബോഗ് കൊണ്ടുവരുന്നുണ്ട്? നമ്മൾ അറൌണ്ട് 9 ബോക്സ് ഉണ്ടായിരിക്കും. 9 ബോക്സ്. 9 ബോഗ് നിങ്ങൾ കണ്ടക്ട് ചെയ്യൂ? പറ്റത്തില്ല, അതാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇന്ന് നടക്കുന്ന ബോഗ് നാളെ നടക്കുന്നത്? നടക്കുന്ന പോക്ക് നാളെ നടക്കൂല. അതായത് ഇന്ന് നടക്കുന്ന നമുക്കെല്ലാം അടിക്കേണ്ട, അമ്മമാർക്കെല്ലാം ടിക്കറ്റ് വലിച്ചു കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മൾ 9 ബോക്സ് ഉണ്ടെങ്കിൽ 3 days ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഒരു ബോഗ് ഇപ്പൊ സപ്പോസ് ഒരു ബോഗ് അല്ലെങ്കിൽ സോറി ഒരു ബോക്സ് ഓണ് ഈ ഒരു ബോക്സ് കൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഇതൊന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് വേറൊരു മീറ്റിംഗ് ഡെയിലി കളിക്കാൻ ഓക്കെ ആയിരിക്കും എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറയുന്നത് വലിയൊരു ഫ്ലോ ഉണ്ട്, പറഞ്ഞോട്ടെ എന്താന്ന് പറഞ്ഞോ. ഞങ്ങൾ ഡെയിലി കളിക്കാൻ വില്ലിംഗ് ആണെന്ന് കരുതാം. ഓക്കെ, ഒരു ദിവസം 9 ബോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പാടായിരിക്കും. അത് പാടായിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ ബോഗ് അടിച്ചിട്ട് നാളെ ഞങ്ങൾ ബോഗ് അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും പാടായിരിക്കും. അത് എന്റെ ഒപ്പീനിയൻ ആണ്, ബാക്കിയുള്ളവർക്ക് പറയാവേ. അത് ശരിയാണ്. അത് അടി മാത്രമായി പോകുന്നുള്ളൊരു തോട്ടുണ്ട്. ഡെയിലി ഇപ്പൊ എക്സാമ്പിള് ടർഫ്, ബോഗ്, നോർമൽ വാർ സിറ്റുവേഷനിലൂടെ വരുമ്പോ പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാവൂല. അതുപോലെ JP 9 എണ്ണം വേണോന്ന് എന്തിനാ നിർബന്ധം പിടിക്കുന്ന? ഒരു 4 എണ്ണൊക്കെ പോരെ, 4 5 പോരെ. അപ്പൊ അതും 2 ദിവസത്തിലാവും. അപ്പൊ പിന്നെ ബാക്കി 5 ദിവസം ഫ്രീ ഉണ്ട്, അല്ല 4 ദിവസം. വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോ JP. മാത്രമാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? താല്പര്യമില്ല, പക്ഷെ ബോഗ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നല്ലേ പറ്റത്തുള്ളൂ. പറയുന്നതല്ലേ നല്ലത്? അല്ല ഞാൻ ബ്രോ ഒരു ഡൗട്ട് ചോദിക്കാനാണ് ജസ്റ്റ്. ഇന്നലെ നമ്മള് സിറ്റുവേഷൻ ആയിരുന്നു MRC ആയിട്ട്. അപ്പൊ സിറ്റുവേഷൻ ആയിട്ട് നമ്മള്
ഈ പറയണതുപോലെ അവരെ ഓൾറെഡി വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ ഇനിഷ്യൽ മാത്രമേ കഴിഞ്ഞുള്ളൂ, മറ്റേ ഇതൊന്നും ആയില്ല. അപ്പം ഇന്നലെ വിളിച്ചിട്ട് ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു ഇന്ന് പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെന്ന്. അവരുടെ ലീഡർ വിളിച്ച് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു ഇന്ന് പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യുവാണ് എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരം മുമ്പ് അവർ വിളിച്ചിട്ട് വേറെ ലീഡർ അല്ലാതെ വേറെ ആരും ഒരു മെമ്പർ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞ് അവർ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുവാണ്. ഇനിഷ്യൽ നമ്മളെ ജനിച്ചേ. അല്ല, നമ്മുടെ അടുത്ത് അവരുടെ ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യുവാണ്, അവർ പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെന്നാ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഞങ്ങളുടെ അടുത്ത് ഇന്നലെ. ഓക്കെ. ഇന്നും പറഞ്ഞായിരുന്നല്ലേ ടൈമോ, ഇന്നും കോലീഡർ വന്നിട്ട് 11:15 അടിക്കാന്ന് പറഞ്ഞല്ലേ. ഇതെന്താ അലോ അതെന്താ അവിടെ ഒരു ഹിഡൻ സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചു ഒരു മിനിറ്റ്. അതിനെ ഒന്നുകൂടെ കയറി കാണിച്ചു തരാവേ. ഹലോ അല്ലല്ലേ, ദൈവത്തിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെയൊക്കെ മുകളിലല്ലേ. ഹലോ നിങ്ങള് ടൈം അല്ലല്ല, ഇന്ന് വിളിച്ച് ടൈം ഫിക്സ് ചെയ്തവര്. അവരുടെ MRCയുടെ കോ ലീഡർ വിളിച്ചിട്ട് 11:15 ആകുമ്പോൾ നമുക്ക് അതുവരെ ടർഫിന്റെ ഓപ്ഷൻ ഉണ്ട്, സേഫ് സോൺ ആണ്. 11:15 ആകുമ്പോൾ നമ്മൾ റെഡിയാണ്, നമ്മുടെ പ്ലേയേഴ്സ് വരും എന്ന് പറഞ്ഞിട്ട് 11:15 ആകുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് റെഡി ആയി നിന്നപ്പോൾ അവര് വിളിച്ചിട്ട് അവരുടെ ആരോ വിളിച്ചിട്ട് അവര് മെമ്പർ കോ ലീഡർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. MRC അപ്പാപ്പൻ എന്നാ പറഞ്ഞത്. അപ്പാപ്പൻ എന്ന് പറഞ്ഞ ആള് വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുക, കറണ്ട് ഇല്ലെന്ന്. ജോക്കി അവിടുത്തെ കഴിഞ്ഞില്ലേ പരിപാടിയൊക്കെ? അല്ല, ഞാൻ ദൈവത്തിനോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക. അവരിപ്പോ ചോദിച്ചിട്ട് പറയും. അപ്പാ അല്ല, ഞാൻ ദൈവത്തിനോട് ഒരു കാര്യം ചോദിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണേ. ഇന്നലെ ഓൾറെഡി റാംബോ നമ്മുടെ അടുത്ത് ഇന്ന് പ്രീവാർ ആക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അവരുടെ കോ ലീഡർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് 11:15 ആകുമ്പോൾ അവർ കറക്റ്റ് പ്രീവാറിന് റെഡിയാണെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു മെമ്പർ വിളിച്ചിട്ട് വാർ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഇതാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അല്ല, നമ്മൾ ഇൻഫോം ചെയ്താൽ മതി ക്യാൻസൽ ചെയ്യുന്ന കാര്യം. അവരത് ക്യാൻസൽ ചെയ്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ആയി. പിന്നെ നോർമലി ഇന്നലെ സിറ്റുവേഷൻ റാംബോ എപ്പോഴാണ് വാസുമോനെ വിളിച്ച് പറഞ്ഞത് ഈ കാര്യം? ഇന്നലെ സിറ്റുവേഷൻ നടന്ന് വിത്തിൻ 30 മിനിറ്റിനുള്ളിലാണോ പറഞ്ഞത്? അപ്പോ അതിന് വേറൊരു പ്രശ്നമുണ്ട്. കാരണം പുതിയ നമ്മുടെ നിയമപ്രകാരം ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞ് വിത്തിൻ 30 മിനിറ്റിനുള്ളിൽ ഈ പറയുന്നത് പോലെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. ആ 30 മിനിറ്റിനുള്ളിൽ ചെയ്യാത്ത പക്ഷം ആ സിറ്റുവേഷൻ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് പുതിയ നിയമം. എനിക്ക് വേറെ സസ്പെൻഷൻ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് എനിക്ക് ഡൗട്ടായിട്ട് ചോദിക്കാനാ. സസ്പെൻഷൻ ഒന്നും ഇല്ല. അല്ല, ഞാൻ അതാ പറഞ്ഞത്. ഇന്ന് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇന്ന് നമ്മുടെ അടുത്ത് വിളിച്ച് 11:15 ആകുമ്പോൾ റെഡി ആവാൻ പറഞ്ഞിട്ട് കോ ലീഡർ വിളിക്കുന്നു. അവർക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പാ അവിടെ കോ ലീഡർ എന്താ പറയുന്നേ, ലീഡർ എന്താ പറയുന്നത്, മെമ്പേഴ്സ് എന്താ പറയുന്നത്, തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. മനസ്സിലായ? ഒരാൾ വിളിച്ചിട്ട് 11:15 ആകുമ്പോൾ ഞാൻ ഇറങ്ങിയെന്ന് പറയണു. ഒരാൾ വിളിച്ചിട്ട് ഞാൻ പറയണു 11:10 ആകുമ്പോഴത്തേന് ഞാൻ ഓൾറെഡി അവിടെ ഇറങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് റെഡി അല്ലെന്ന് പറയണു. ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങാം. അതെ, വേണം 1 മണിക്കൂർ മുന്നേ ഇറങ്ങാന്ന് പറഞ്ഞ് വേറെ ആരോണ്ടും വിളിച്ച്. മാറ്റിയോ? എന്ത് ചെയ്യാനാ കാർലോ? കറണ്ട് ഇല്ലല്ലോ കാർലോ, എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോപ്പ് ചെയ്തു. പിന്നല്ലാതെ അപ്പൊ കറണ്ടുള്ള സമയത്തോട്ട് സമയം മാറ്റി കൊടുത്താ പോരെ പാപ്പ? അങ്ങനല്ലല്ലോ ജോണിയ പാപ്പ, അങ്ങനല്ല അവര് വിളിച്ച് ചോദിക്കുന്നത്. ഇതൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ, കറണ്ട് നമ്മുടെ ഇല്ല, അങ്ങനല്ല ചോദിച്ചത്. ഞങ്ങള് വാറ തോറ്റതുപോലെ നമ്മളിത് ഡ്രോപ്പ് ചെയ്യുവാണേ, ഇവിടെ കറണ്ട് ഇല്ല, ഞങ്ങളെ തോറ്റിരിക്കണത്. സംസാരിച്ച് വാറന്നൊക്കെ ഉറപ്പിച്ചതൊക്കെ അങ്ങനെ അവര് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ആലോചിക്കണത്. ആ ലീഡർ ആരെങ്കിലും നമ്മളെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു ഓക്കെ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോ ആരെങ്കിലും കളിയാക്കുമെന്ന് പോലും അറിഞ്ഞില്ല. പെട്ടെന്ന് നമ്മളെ ടർഫ് ക്യാൻസൽ ചെയ്യുക ഇങ്ങനെ പറയണത് മാത്രമേ കേട്ടുള്ളൂ ഞാൻ. പുള്ളി അങ്ങനെ പറഞ്ഞു നിർത്തി.
ഇവരാരുണ്ടായില്ല, ലീഡർ കോ ലീഡർ ആരും ഇല്ല. ആരും വിളിച്ചില്ല. റേഡിയോയില് കോ ലീഡർ ആണെന്ന് തോന്നുന്നു, മാക്കാന്ന് തോന്നുന്നു എനിക്ക് ഇത് വന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാക്കി പറഞ്ഞാലാന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നിട്ട് എന്തായി വാസുവിന് ഇപ്പം പ്രീവാറുണ്ടോ ഇല്ലേ? ഇല്ല, ഇനി പിന്നെ അവരിനി വന്ന് പറയുമ്പോ പ്രീവാർ കളിക്കാൻ ഞാൻ അവന്റെ കളിപ്പാട്ടമാണല്ലോ അവന്റെ. അപ്പൊ അവര് പിന്മാറിയ സ്ഥിതിക്ക് അവര് തോറ്റല്ലേ? ഓൾറെഡി തോറ്റു. സറണ്ടർ അല്ലേ പേടിച്ച് സറണ്ടർ ചെയ്തതില്. ഇപ്പൊ ജോണി പാപ്പ കറണ്ടിന്റെ ഒക്കെ പ്രശ്നമാണെങ്കിൽ നമ്മളോട് ഇപ്പൊ മാന്യമായിട്ട് ഒന്ന് പറയുക, നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ നമുക്കൊന്ന് മാറ്റിയാലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓക്കെ പറയുന്ന റെഡിയാ. ഇതങ്ങനെയല്ല, ഇത് നേരിട്ട് വന്ന് അവര് കാരണം ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു അവരാരെ ലീഡറിനെ അവരല്ലേ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ കറണ്ട് ഇഷ്യൂ അവർക്ക് മാത്രമല്ല, നമ്മള് കേരളത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ ഉണ്ട് ഈ 35 പേരില് എല്ലാവർക്കും ഒന്നും ഒരേ സമയത്ത് പോത്തില്ലല്ലോ. നമ്മള് യു കെ എന്ന് പറയുമെങ്കിൽ യുണൈറ്റഡ് കൂടുതലല്ലേ, അല്ലാതെ യുണൈറ്റഡ് കിങ്ഡം അല്ലല്ലോ. നമ്മള് യുണൈറ്റഡ് കൊച്ചി അങ്ങനെയൊക്കെ തന്നെ 10 കാലം പോകും. ഗണ്ണില്ല അവർക്ക്. ഗണ്ണില്ലെങ്കിൽ ഈ നാട്ടുകാരത്ത് കഴപ്പ് കാണിക്കാൻ ഇറക്കുന്ന സമയത്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് കൺസ്യൂമന്റ് അടിച്ചെടുക്കണം, എന്നാലേ കണ്ണ് കിട്ടുള്ളൂ. കൊണ മാത്രം പോരാ, ഭിത്തിയിൽ വന്നാൽ കൊണച്ച ഇങ്ങനെ തിരിച്ച് റിപ്ലൈ കിട്ടും, മനസ്സിലായോ? തിരിച്ച് ഇങ്ങനെ റിപ്ലൈ കിട്ടും. സിറ്റിയിൽ വന്ന് വാർത്താളം മാത്രം പോരാ, ഇങ്ങനെ വായത്താളം അടിച്ചാൽ ഇങ്ങനെ കേൾക്കേണ്ടി വരും. ഗണ്ണില്ലെങ്കിൽ കയ്യിലിരിപ്പാ. കാർഡ് കൊടുത്തായിരുന്നു അവർക്ക്. ഏത് നമ്മൾ കാർഡ് മേടിച്ചില്ല പാപ്പ കയ്യിൽ നിന്ന്. ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അത് ഇവിടുന്ന് കൊടുക്കട്ടെ നമുക്ക് ഇതിന് വേണ്ടിട്ട്. എന്തിന്? നമ്മള് വിളിച്ചില്ലല്ലോ. ഇയാള് മാത്രമേ വിളിച്ചോളൂ. കുറച്ച് ഡെലിവറി ആയി പോയി കിളി പോയിരിക്കുന്നത്. സറണ്ടർ പറഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ കൊണക്കല്ലേ? ഞാൻ അധികം കൊണക്കാറില്ല ബ്രോ, നമ്മൾ അടിക്കാറില്ല ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് കണ്ണുണ്ട്. ഞങ്ങൾ എന്റെ എന്തായാലും കൺസൈൻമെന്റ് ഞങ്ങൾ ഇതുവരെ തോറ്റിട്ടില്ല. ആവശ്യത്തിന് കണ്ണ് ഇൻവെന്ററിയിലുണ്ട്. ഒരു 10-400 കണ്ണുണ്ട് കയ്യില്. ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അല്ല ഇന്ന് കണ്ടാ പിന്നെ എത്ര മാസം കഴിഞ്ഞിട്ട് ഇയാളെ കാണാൻ പറ്റും? ഞാൻ റെഗുലർ ആണ്. വാസുവിനോട് ചോദിച്ചോ. അല്ല വാസുവിന്റെ അതെ അല്ലേ? ഞാനിവിടെ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞേ? ഞാൻ റെഗുലർ അല്ലേ വാസുവിന്റെ? അതെ റെഗുലറാണ്. ജനസംസാരം ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നപ്പോ മടിയൊന്നും ഇല്ലായിരുന്നു, അവിടെ വന്നപ്പോ മടി പിടിച്ചു. അത് എക്സാക്ട്ലി ഞാൻ പറയാം. അത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാം. നിങ്ങളുടെ അവിടെ ഞങ്ങൾ ഓപ്പോസിറ്റ് നിന്ന് കണ്ടൊരു അപ്പാപ്പനുണ്ട്, ടർഫ് പ്ലാൻ ചെയ്യുന്നു, കേറി അടിക്കാൻ പറയുന്ന ഒരു അപ്പാപ്പ. ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ ഇങ്ങേരെ അന്നത്തെ ഒരു സൈക്കോളജിക്കൽ മൂവ് ഇറക്കി കേട്ടോ എന്റെ അടുത്ത് പറയുവാണേ, ഞാൻ വന്ന് ചെയ്താൽ ശരിയാവൂല, നീ ചെയ്യണം, നീ ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് ചെയ്താലേ ഇതൊരു റീബിൽഡ് ആക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പുറകിലുണ്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇയാളെ ഏഴായാലത്ത് കാണണ്ടേ? അതുപോലെ അതൊന്നും സംസാരം ഞാനിട്ടേ കൂടെ. എന്താ വാ കേക്കെ കയറി ഇരിക്കും. വാ ഇങ്ങോട്ട് വാ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ കേക്കെ. എന്തൊരു കേക്ക് അടിക്കാര്യം അവരടിക്കുന്നില്ല നമ്മളെ. കേക്കെ അവരുടെ തോക്കില്ലെന്ന് തോന്നുന്നു നമ്മളെ അടിക്കാൻ. നിങ്ങൾ കൺസൈൻമെന്റ് കുറച്ച് ടഫ് ആക്കിയെന്നാണല്ലോ നമ്മൾ പൊതുവെ അറിഞ്ഞ കാര്യം. ഇവിടെ ഗണ്ണ് വെക്കുന്ന വൺ ഓഫ് ദ മെയിൻ ഗ്യാങ് അവരാണ്. വ്യക്തി വെച്ച് തീർന്നാണ് കയ്യിലെ ഗണ്ണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, കൺസൈൻമെന്റ് അടിക്കാതെ അവർക്ക് എങ്ങനെ ഗണ്ണ് കിട്ടുന്നത്? ഗണ്ണ് അറിയില്ല. ഇന്നിപ്പോ പിന്നെ ഇത് വിളിക്കാനും വന്നില്ലേ ടർഫ് കളിക്കാരും. അയ്യോ എന്തൊക്കെ നടക്കുന്നത് ഇവിടെ. എന്നിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ എന്ത് പറയാനാ? അപ്പൊ ഞാൻ പറഞ്ഞ കേസ് ഒരു 2 വീക്ക് മുന്നേ എനിക്ക് മിസ്റ്റർ കാർലോ ആൻഡ് വാസു ഒരു 1 വീക്കിനുള്ളിൽ എല്ലാം സെറ്റ് ആക്കാൻ പറ്റുമെന്ന് പോയായിരുന്നു. കാർലോ റിപ്പോർട്ട് കൊടുത്തത് കാർലോ ഹാൻഡ് ഓവർ ചെയ്തില്ല. അത് നമ്മള് ഇതാക്കണ്ടായിരുന്നു, ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ കാർലോ എല്ലാം ഏൽപ്പിച്ചായിരുന്നു കേക്ക്. ഞാൻ അതെടുത്ത് നേരെ ജോണിയാവിനെ ഏൽപ്പിച്ചു. അപ്പാപ്പനെ കൊടുത്തിട്ടെ പുള്ളി ഗണ്ണിന്റെ എല്ലാ കാര്യങ്ങളും പുള്ളിയായിരുന്നു പണ്ട് ചെയ്തോണ്ടിരുന്നത്. എന്ത് ഇറസ്പോൺസിബിൾ ആണ് അപ്പാപ്പ. അത് ഇത്രയും ദിവസമായിട്ട് കൊടുത്തില്ല. നമ്മൾ ഇത്രയും പേര് 4-5 പേരുടെ കഷ്ടപ്പാട് കാണാതെ പോയോ? നേരെ ഞാൻ ആ പണി എടുത്തിട്ട് രായനെ ഏൽപ്പിച്ചായിരുന്നു. രായനോട് കേക്ക് ബന്ധമില്ലല്ലോ. അതായിരുന്നല്ലേ അത്. രായൻ ലിസ്റ്റിൽ പോയ കേക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യാം. എത്ര ലിസ്റ്റാണ് കേക്ക് വേണ്ടത്? ലിസ്റ്റ് അല്ല
സീരിയൽ നമ്പറാണോ വേണ്ടേ? ഒറ്റ മിനിറ്റ് മിസ്റ്റർ വാസു. യെസ് 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 കെ AP പാപ്പന് എന്ത് കൊടുത്തു പറഞ്ഞു? AP പാപ്പന് നമ്മള് ഡീറ്റെയിൽസ് ഉള്ള എല്ലാ ഫയലും കാർലോടെ ഹാൻഡ് ഓവർ ചെയ്ത് കാർലോ അത് ജോണി പാപ്പന്റെ ഹാൻഡ് ഓവർ ചെയ്ത് ജോണി പാപ്പനാണ് അത് എന്ത് ഡീറ്റെയിൽസ് ഉള്ള ഫയല്? സീരിയൽ നമ്പർ എല്ലാം വേണ്ടുന്ന എല്ലാം കേക്ക് വേണ്ടുന്ന എല്ലാം അതിലുണ്ട് എല്ലാം. ഗണ്ണിന്റെ serial number ആണോ hitman നെ നമ്മള് അല്ല ഞാൻ പറഞ്ഞുതരാം. സിറ്റിയിൽ ഗണ്ണ് വെക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ തന്നെ ഗണ്ണിന്റെ നമ്മുടെ 2 ഗ്യാങ്സിന്റെ കയ്യിലുള്ള ഗണ്ണിന്റെ സീരിയൽ നമ്പേഴ്സ്, പിന്നെന്തായിരുന്നു പിന്നെ സാബ് ഗുരുവിന് ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റിന്റെ ഡീറ്റെയിൽസ് വിത്ത് പ്രൂഫ്. അതിനകത്തൊരു വീഡിയോ പ്രൂഫും ഉണ്ട്, ഒരു 2-3 ഇമേജസ് ഉണ്ട്, അതുപോലെ ബാങ്ക് ട്രാൻസാക്ഷന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു ഫയലാണ്. ഫിറോസിന്റെ തിരോധാരം എല്ലാം ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഫയലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം കേക്ക് ഞാനുണ്ടല്ലോ ഒരു ജോലി ഏറ്റു കഴിഞ്ഞാൽ അത്ര ഉത്തരവാദിത്തത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അതാ ഞാൻ പറഞ്ഞേ, അത് വിൽക്കുന്നുണ്ട്, അത് ശരിയാണ്. അത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഫിറോസ് വെക്കുന്നുണ്ടോ? ഫിറോസ് ആണ് എനിക്ക് ഡീറ്റെയിൽ തന്നെ. ഇതേപോലെ വേറെ ആൾക്കാരെ പേര് പറഞ്ഞേ, ഈ സിവിയിലെ ബിലാല്, അതേപോലെ സുനിമോൻ, അങ്ങനെ കുറച്ചുപേര് ദൈവ റിപ്ലൈ ഒന്നുമില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ തൂക്കാം. നമുക്ക് പെർമിഷൻ തരുവാണെങ്കിൽ ഞങ്ങൾ 2 ഗാങ് കൂടെ ഇതൊരു അണ്ടർ കവർ ഓപ്പറേഷൻ ആയിട്ട് ഡീൽ ചെയ്ത് തരാം. ഈ ബ്ലാക്ക് മാർക്കറ്റിൽ ഈ ഗണ്ണ് വെക്കുന്ന എല്ലാരും തുടച്ചു നീക്കളെ അല്ലേ വാസുവനെ? ഓടിച്ചിട്ട് പൊസൊക്കെ അടിക്കൂലേ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അങ്ങനല്ല കേക്കെ, ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. കേക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ അണ്ടർ കവർ ഇതിനകത്തൊക്കെ ആൾക്കാർ പോകുന്ന സമയത്ത് ഇവന്മാർ എത്ര പേരുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു 35 പേര്, ഇവരൊരു 35 പേരോട് ഒരുമിച്ച് ഇങ്ങനെ ഉടുപ്പിട്ട് പോയി അവരെ അടിച്ച കുഴപ്പമുണ്ടോ? നേരെ ചെന്നിട്ട് ആ കണ്ണിന് കാണാന്ന് പറഞ്ഞാൽ അത് തരുവോ? അതിനല്ലേ നിങ്ങൾ 30 ആള് ഗണ്ണിമ അവരെത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദൈവം വന്നിട്ട് പോയെന്നോ? കറക്റ്റായിട്ട് പറഞ്ഞു തരണം. ഇതിപ്പോ ഞാൻ പെട്ടുപോയില്ല. ഇപ്പൊ ഞാൻ നൈസായിട്ട് കവറപ്പ് ചെയ്തില്ലേ? അത് ഡീറ്റെയിൽ ഉണ്ട്. ഈ ഗണ്ണിന്റെ ഒരു കാര്യം പൊക്കാൻ വേണ്ടിട്ടേ ഇയാളെ ദിംപപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് വേഷം കെട്ടി നിക്കറൊക്കെ അടിപ്പിച്ച് കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടിട്ട് കേക്ക് ഞാനും ചൊക്കിയും കൂടെ നടക്കി. അന്ന് ഒരു വെടി വെച്ചൊക്കെ നടന്നു, വെടി മറ്റേ അടിയും പിടിയൊക്കെ നടന്നായിരുന്നു. അപ്പൊ പുള്ളിക്ക് അത് സാക്ഷി വഹിക്കുവാണ്. കുനിഞ്ഞു നിക്കുന്നൊക്കെ പറഞ്ഞു. ഏത് എപ്പിയുടെ ലൈവ്? അപ്പാപ്പന്റെ ലൈവോ? അപ്പാപ്പന്റെ ലൈവിൽ എന്ത് കുനിഞ്ഞു നിൽക്കാൻ പറയുന്നത്? വാസുവിനെ ഞാൻ അന്ന് മീറ്റ് ചെയ്ത സമയം അറൗണ്ട് 1 month ആയില്ലേ വാസു? അതെ 1 month ആയി. സോ ഓക്കെ, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ വാസു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സിറ്റിയിലാരും സിവിലിയൻസ് ആരും കണ്ണ് യൂസ് ചെയ്ത് അത് ടി.വി. അപ്പാപ്പൻ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അവ എന്ത് ഗുണം പറഞ്ഞാലും എനിക്കൊരു പറയില്ല. ജോണി ഇപ്പോ അവന്റെ വർത്താനത്തിന് അടുത്ത സിറ്റുവേഷനിൽ കൊടുത്തോളാം. അവൻ അപ്പാപ്പനോട് പറഞ്ഞ വർത്താനത്തിന് അവനെ ഞാൻ അപ്പാപ്പനാക്കുന്നുണ്ട്. ഷാഡോ, ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മള് ഈ ഗണ്ണ് വിൽക്കുന്നവരുടെ പേരിന്റെ ലിസ്റ്റ് തന്നു, ഈ ഗണ്ണ് കുറെ എണ്ണം പിടിച്ചെടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെ എന്താണ് ആക്ഷൻ? ഈ ഫിറോസിന്റെ ഒക്കെ പേര് പറഞ്ഞു നിങ്ങൾ അതിന്റെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ അങ്ങ് തല്ലിക്കൊന്നാ മതിയോ? കോൾ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, കോൾ വിളിച്ചപ്പോ എന്റെ വർത്താനം കുറച്ച് നല്ല വർത്താനമായിരുന്നു. എന്റെ വർത്താനം സത്യം പറഞ്ഞാൽ ബ്രാവോ അതൊരു തമാശ രീതിയിലാണ്. ബ്രാവോ എന്നിട്ടും ചിരിച്ചോണ്ടായിരുന്നു. അവൻ തിരിച്ച് ഇത് പറഞ്ഞപ്പോഴും ബ്രാവോ ചിരിച്ചോണ്ടായിരുന്നു. നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്രാവോ അത് നല്ല രീതിയിൽ ഒരു തമാശ രീതിയിലാണ്. എന്നിട്ട് ഞാൻ കൊണച്ചു തുടങ്ങിയപ്പോ പോലും ബ്രാവോ ഫോൺ സ്പീക്കർ അവിടെ നിന്ന് സംസാരിപ്പിക്കാതെ ബ്രാവോ ഫോണും കൊണ്ട് പോയി. മനസ്സിലായ? പുള്ളിക്ക് വേണേ അവിടെ ഈസി ആയിട്ട് വേണമെങ്കിൽ തിരിച്ച് മാസം അടിക്കായിരുന്നു. പുള്ളി അതൊരു തമാശ പോലെ കൊണ്ടുപോയൊരു കാര്യമാണ്. വിളിച്ച് ചോദിച്ചപ്പോൾ അത് ആരാ നമ്പർ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. അപ്പൊ പുള്ളി ഞാൻ MRC അപ്പാപ്പയാടാ, നീ ആരാടാന്ന് ഉള്ള രീതിയായി. പിടിച്ചടിക്കാൻ ഇത് മതിയായിരുന്നു. വേണ്ട, വിടുക. നമുക്ക് സിറ്റുവേഷൻ എടുക്കണമെന്ന് ആഗ്രഹം അങ്ങ് മുട്ടി നിൽക്കുകയാണെന്നാണ് അവരുടെ പറച്ചില്. ഇത് മതി നിന്നെയൊക്കെ തല്ലാൻ ഓടിച്ചിട്ട്.
സാധനത്തിന് വാല്യൂ ഇല്ല. സിമ്പിൾ അല്ലേ? ഞാനൊരു ഐഡിയ കഴിഞ്ഞ പ്രാവശ്യം പ്രപ്പോസ് ചെയ്തായിരുന്നു. ഗാങ്സിനല്ലാതെ ഈ സാധനത്തിന് വാല്യൂ ഇല്ലാതായി. ഗാങ്സിനല്ലാതെ ഈ സാധനത്തിന് വാല്യൂ ഇല്ലാതാക്കണം അല്ലേ? ഞാൻ ഷാഡോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഷാഡോ ശ്രദ്ധിച്ച് കേൾക്കണം. ലെറ്റ് മി തിങ്ക്. എല്ലാവരും ഫുഡ് കഴിക്കുന്നവരാന്ന് വിചാരിക്കുക. അവരും ഫുഡ് കഴിക്കുന്നവരാണ്. അവർക്ക് വിശക്കുവാണെങ്കിൽ അവർ എത്ര കാശ് കൊടുത്തിട്ടാലും അത് മേടിക്കത്തില്ല. വാല്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ വിൽക്കാൻ നിൽക്കുന്നവരതിന് കൊടുക്കത്തില്ലേ? അതാണ് പറഞ്ഞത്. അതിന് വേറൊരു ഐഡിയ കാണണം. ഫുഡും അതും ഇതിന്റെ വാല്യൂ ഇല്ലാതാക്കിയാ പോരെ? സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞത് ഐഡിയ പറഞ്ഞത് സിമ്പിൾ ആണ്. മിസ്റ്റർ എക്സ് 1 കോടി രൂപയ്ക്ക് തോക്കുകൾ സിറ്റിസൻസിന് കൊടുക്കണം. മിസ്റ്റർ എക്സിന്റെ കയ്യിൽ 1 കോടിക്ക് കിട്ടുമ്പോൾ എന്തിനവർ 16 കോടി കൊടുത്ത് മറ്റവരുടെ വാങ്ങണം? അപ്പൊ ഗണ്ണിന്റെ വാല്യൂ ഇല്ലാതായില്ലേ? ഞങ്ങൾക്ക് ഒരു 10 ലക്ഷത്തിന് തന്നാൽ മതി ഗണ്ണ്. അപ്പൊ അതല്ല, ഈ ഗണ്ണ് സിറ്റിസന്റെ വരാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഗണ്ണ് സിറ്റിസന്റെ വരാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് അതിന് വാല്യൂ കൂടുന്നത്. ഇവരുടെ ഡിമാൻഡ് ആ ഗണ്ണിന്റെ വാല്യൂ കുറക്കണം എന്നല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഉദ്ദേശിച്ചതും അതല്ല. അവര് മേടിച്ചോട്ടെ, വാങ്ങിച്ചോട്ടെ, എത്ര വേണമെങ്കിൽ മേടിച്ചോട്ടെ, പക്ഷെ അത് അവര് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബുള്ളറ്റ് അവൈലബിൾ ആക്കണ്ട സിറ്റിയിലെ. ഐ തിങ്ക് നിങ്ങൾക്ക് അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ല. നിങ്ങൾ ഗാങ്സ് തമ്മിൽ വ്യത്യാസം വരില്ലേ? ഇപ്പൊ ഒരു ഗാംഗിൽ മെമ്പർ പോകുമ്പോ ഒരുത്തൻ വെറുതെ ഞാനൊരു സിമ്പിൾ ഐഡിയ പറയട്ടെ. ഒരു കാര്യമാണ്. ദൈവം വന്നോ? ഹലോ, അപ്പൊ അപ്പാപ്പനോട് പോയി കുനിഞ്ഞിരിക്കാൻ പറഞ്ഞായിരുന്നു. ഞാനത് കറക്റ്റ് കേട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞെന്നാണ് തോന്നുന്നത്. തൽസുണ്ട് യൂട്യൂബ് ഉണ്ടല്ലേ? അവനെ കൊണ്ട് കുനിച്ചു നിർത്തുക ഞാൻ. ഇനി അപ്പാപ്പ അത് പറയരുതേ. അവനെ ഞാൻ കൊണ്ട് നിർത്തും. അത് വിട് മാസം വിട്ടേ. ഇല്ല പാപ്പ, ഇതില്ല പാപ്പ, അവനെ ഞാൻ കൊണ്ട് നിർത്തും. സിറ്റിയിലുണ്ടോ അവന്മാര്? അല്ല, അവന്മാര് സിറ്റിയിലുണ്ടോ? അത് അറിയത്തില്ല വാസവനെ. അത് വിട്, ഞാനല്ലേ പറയുന്നേ. വെല്ലി പോട്ടെ. എടാ കേക്കാവടാ? എടാ ഇവന്മാര് സിറ്റിയിലുണ്ടോ നോക്കിയടാ ഒന്ന്. ഈ കണ്ടികൾ MRC കണ്ടികൾ സിറ്റിയിലുണ്ടോ നോക്ക്. അപ്പാപ്പൻ്റെ അടുത്ത് പോയി കുനിഞ്ഞിരിക്കാൻ പറഞ്ഞ ഞാൻ കേട്ടില്ല. പുള്ളി ഇപ്പോഴും എൻ്റെ അടുത്ത് പറയണേ. നമ്മുടെ പിള്ളേർന്ന് കേറാൻ പറഞ്ഞേ. നമ്മുടെ പിള്ളേർന്ന് കേറാൻ പറഞ്ഞു. ഒന്ന് കേറാൻ പറഞ്ഞു എല്ലാവരും അടുത്തത്. അവനെ ഞാൻ കുനിച്ചു നിർത്തി കൊടുത്തു വരാം. അതല്ല ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് പുള്ളി അത് പറഞ്ഞോന്ന് എനിക്ക് ഉറപ്പില്ല. അത് പറഞ്ഞാലും പറഞ്ഞില്ല. അവന്റെ കൊണ എങ്ങനെ ആയിരുന്നല്ലോ വിളിച്ചപ്പം. അമ്മ മര്യാദ അപ്പം വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെ റോങ് ആയിട്ട്. അല്ല അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ചോദിച്ചായിരുന്നു, അതിനൊരു പ്രോപ്പർ റിപ്ലൈ കിട്ടിയില്ല. എന്തായിരുന്നു? അതായത് ഇന്നലെ നമ്മൾ MRC ആയിട്ട് സിറ്റുവേഷൻ ഇതായിരുന്നു. എന്നിട്ട് ഇന്നലെ തന്നെ അവരുടെ ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നാളത്തേക്ക് പ്രീവാർ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് മുമ്പ് ഇവരുടെ കോ ലീഡർ കണക്ട് ഇട്ടിട്ട് 11:15 ആകുമ്പോൾ പ്രീവാറിന് നമ്മൾ ടൈം എല്ലാം ഫിക്സ് ചെയ്തു. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇതാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രീവാറിന് റെഡി ആയിട്ട് വന്നപ്പോൾ കുറച്ച് മുമ്പ് അതിലൊരു മെമ്പർ വിളിച്ചിട്ട് നമ്മൾ സിറ്റുവേഷൻ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സിറ്റുവേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെതിരെയുള്ള ആക്ഷൻ എന്താ? കേൾക്കാമോ? ഹലോ സോനെ, അത് ഒരു സെക്കൻഡ്, അവരെ കൺഫ്യൂസ് ചെയ്യണ്ട. ഞാനേ ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു സെക്കൻഡ് വാസമോനെ തന്നെ. വാസമോനെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചത് കേൾക്ക്. സമാധാനമായിട്ട് കേൾക്കണം. അതായത് വാസമോനെ, ഇന്ന് ഇപ്പോ നമ്മൾ അതിന്റെ പേരിൽ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൺവാണ്ടഡ് ആയിട്ട് വരും. കാരണം ഞാൻ പുള്ളീനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചാൽ അപ്പാപ്പനൊന്നും റോങ് ആയിട്ട് പറഞ്ഞില്ലല്ലോ. ഇത് ആരാന്നല്ല ചോദിച്ചുള്ളൂ. അങ്ങനെ അതിന് കുനിഞ്ഞിരിക്കാൻ പറയണത് എന്താ? എന്റെ ആവശ്യം എന്താ അവന്? അത് മേ ബി ഇതിൽ പറഞ്ഞത് നമ്മൾ ഇതിന്റെ പേരിൽ സിറ്റുവേഷൻ എടുക്കുന്ന വാസം. ഇതൊരു തീട്ട വള്ളിയാണ്. ഇത് വേണ്ട, നമുക്ക് എന്തായാലും നമ്മുടെ അടുക്ക വരും, എങ്ങും പോകത്തില്ല. അടുത്ത ഇവനെ കിട്ടിയ പിടിച്ച് കുനിച്ചു നിർത്തുക ഞാൻ. എന്തായാലും അവൻ പറഞ്ഞതുപോലെ അവനെ കുനിച്ചു നിർത്തുക ഞാൻ. അല്ല, സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പിടിക്കാം. ഇതിന്റെ പേര് വേണ്ട, എനിക്ക് വേണ്ട. ഹലോ ഹലോ, പറഞ്ഞു. ഈ 11:15 കൺഫേം ചെയ്തിട്ട് PAV ഉണ്ടോ? ഉണ്ട്, PAV ഉണ്ട്.
ഒന്ന് പുറത്തുനിന്ന് കാണിക്കാവോ? പുറത്തുനിന്ന് കാണിക്കാം. എൻ്റെ അടുത്തല്ല വേറൊരാളുടെ അടുത്താ, വിളിച്ചാൽ മതിയോ? ഓക്കെ, വിളിച്ചാൽ പുറത്ത് വിസിൽ വരാം. എടാ ഡെസ്ട്രോ അതിലും ഒരു പ്രശ്നമുണ്ട്. അതായത് അവര് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വാറിന് അവരില്ല, അവർ ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്. അല്ല പാപ്പ, അതിനു മുമ്പ് ഇത് കൊണ്ട് കാണിച്ചതിന്റെ പ്രൂഫ് ഉണ്ടോന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് ഓൾറെഡി 11:15 വരാൻ പറഞ്ഞെന്ന്. അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ വിളിച്ചിട്ട് സിറ്റുവേഷൻ അവർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് റെഡിയാ. പിന്നെന്തിനാ? പിന്നെ ആദ്യമേ തന്നെ റദ്ദാക്കാൻ പറഞ്ഞ പോരായിരുന്നു. അപ്പൊ നമ്മുടെ സമയം മെനക്കെടുത്തുന്നത് എന്തിനാ? അതാണ് ഇപ്പം ഞാൻ നമ്മുടെ സമയം മെനക്കെടണ്ടെന്ന് കരുതി പറഞ്ഞത്. കാരണം ഇത് കറങ്ങി തിരിഞ്ഞ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിടത്ത് നിക്കത്തുള്ളത്. ഇല്ല, ഞാൻ നോക്കട്ടെ നമുക്ക് നോക്കി നോക്കാം. നീലുണ്ടോടാ ഇവിടെ? ഞാൻ വിട്ടപ്പോ അവന്മാരുടെ അവന് വല്ലാത്ത അവന് മര്യാദയ്ക്ക് അവന്റെ പോസ്റ്റ്മാന്റെ സാമാനം പിടിച്ച് പൊക്കൂടായിരുന്നു അവന്. എടാ നീലിന്റെ അടുത്ത് ഒന്ന് വീശി വരാൻ പറയാടാ. ഒരു മിനിറ്റ്. അപ്പൊ അപ്പാപ്പന്റെ പേരിൽ വള്ളി എടുത്തു എന്നുള്ളൊരു ഇത് വരാൻ പ്രശ്നമെങ്കിൽ ഞാൻ അല്ലാതെ നിക്കോളാം അമ്മാരെ. അയ്യോ വാസവൻ, അതൊന്നുമല്ല. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീട്ട കേസിന്റെ പേരിലൊന്നും നമുക്ക് ആരായിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട ആവശ്യമില്ല വാസവൻ. അല്ല അപ്പൊ അവന്റെ വർത്താനം കേട്ടതൊന്നും അവനാണ് ജയിച്ചു നിൽക്കുന്നതെന്ന് നമ്മള് നമ്മള് തല്ലുകൊണ്ടിട്ട് വന്നതാണെന്നാണ് അവന്റെ ഫോണിൽ അന്നേരത്തെ വർത്താനം. ഞാൻ സത്യം പറഞ്ഞ അപ്പാപ്പൻ അവിടെ നിന്ന് പിന്നെ അപ്പാപ്പന്റെ ഇതിനകത്തൂടെ വെറുതെ ഞാൻ മെസ്സ് അടിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതെ പോയത് ഞാൻ അന്നേരം. അതിന്റെ അല്ല, അത് ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടില്ല പുള്ളി അത് പറഞ്ഞത്. ഞാൻ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് കോള് കട്ടാക്കാൻ പോയെന്ന് തോന്നുന്നു. അതായത് എനിക്ക് ശ്രദ്ധിച്ചില്ല. പിന്നെ അതല്ല വാസുവൻ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തീറ്റ സിറ്റുവേഷൻ, മനസ്സിലായോ? നമ്മൾ ഇത് എടുത്തോണ്ട് പോയിട്ട് നമുക്ക് അവരായിട്ട് സിറ്റുവേഷൻ പിടിക്കേണ്ട അവസ്ഥ ഒന്നും നമുക്ക് വന്നിട്ടില്ല, മനസ്സിലായോ? നമുക്ക് എന്തായാലും ഒരു പ്രോപ്പർ സിറ്റുവേഷൻ കിട്ടും. പ്രോപ്പർ സിറ്റുവേഷൻ കിട്ടുമ്പോൾ നമുക്ക് പിടിക്കാം. ഈ സിറ്റി തന്നെയല്ല അവരുള്ളത്, വേറെ അങ്ങ് പോകത്തില്ലല്ലോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? ഒന്ന് വീസിലിട്ട് വന്നേ. എടാ നീലെ എടാ ഒന്ന് എക്സലൻസിൽ VC പോയിട്ടെ ഇവന്മാര് 11:15 ടർഫ് കളിക്കാന്ന് ഇത് പറഞ്ഞ POV ഒന്ന് അവരെ ഒന്ന് കൊണ്ട് കാണിക്കുവോ? ടർഫ് കളിക്കാന്നല്ല, വാർ കളിക്കാന്ന്. അതൊന്നും കൊണ്ട് ഒന്ന് നീ ഒന്ന് കാണിച്ചിട്ട് വാ, എന്നിട്ട് ഒന്ന് പറ. അല്ലല്ല, ഞാൻ ഇവരുടെ അടുത്ത് എന്റെ അടുത്ത് POV ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോ. ഹലോ ആരാ?